Hello all, good evening. So how was your weeks? How did your activities go? As usual, ഞാൻ ചോദിക്കട്ടെ എത്ര activities ചെയ്തു ഈ week? Out of 7? 5 and 7. Good. Some of you have done all 7. Okay, very good. And what about others? 4, 5, 3. Okay, if you has done 4, going good. Okay, 7. Okay, happy to know that most of you are doing all of it. So today we are starting with week 3 review and interactive questionnaire. So today's topic is developing basic reading and listening skills. So നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ വീക്ക് നമ്മൾ ഗ്രാമാറ്റിക്കൽ സ്കിൽസ് ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല. നമ്മൾ റീഡ് ആൻഡ് ലിസണിംഗ് ആയിരുന്നു കൂടുതൽ ഫോക്കസ് കൊടുത്തത്. കാരണം നമ്മൾ ബേസിക് ആയിട്ട് ആദ്യം പഠിക്കുന്ന സമയത്ത് ആദ്യം കുറെ ഗ്രാമർ പഠിക്കുന്നതിനേക്കാൾ ഒരു ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ റിട്ടൺ പീസ് വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരാൾ നമ്മൾക്ക് അയച്ച മെയിൽ വായിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരാൾ എന്തെങ്കിലും പറയുന്ന സമയത്ത് നമുക്കൊരു സംഗതി മനസ്സിലായാൽ മാത്രമല്ലേ കൃത്യമായി റിപ്ലൈ കൊടുക്കാൻ സാധിക്കുക. സോ കൃത്യമായിട്ടുള്ള റീഡിങ് ആൻഡ് ലിസണിങ് കോംപ്രിഹെൻഷൻ ഉണ്ടാവുക എന്നുള്ളത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ ഫോക്കസ് കൂടുതലും ഈ രണ്ട് ടോപ്പിക്കിലാണ്. ഓക്കെ, റീഡിങ് ആൻഡ് ലിസണിങ് സ്കിൽസ് ആൻഡ് കോംപ്രിഹെൻഷൻ. ഓക്കെ, ആൻഡ് ലാസ്റ്റ് വീക്ക് പറഞ്ഞിരുന്ന പോലെ തന്നെ ഞാൻ ജസ്റ്റ് ഒരു കോമൺ റൂൾസ് പറയാണ് ക്ലാസ്സിന്റെ. ആരെങ്കിലും പുതിയതായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് നോട്ട്. ഞാൻ ചോദിക്കുമ്പോൾ മാത്രം നിങ്ങൾ എക്സാമ്പിൾ സെന്റൻസുകൾ അയക്കുക കേട്ടോ. ബിക്കോസ് ഇടയിൽ അയക്കുമ്പോൾ നമ്മൾ അറൌണ്ട് 100 മോർ ദാൻ 100 പാർട്ടിസിപ്പൻസ് ഉള്ളതുകൊണ്ട് ക്ലാഷ് വരും. ഏതിനാണ് നിങ്ങൾ അയക്കുന്നത്, ഇനി ഡൗട്ട് ചോദിക്കുകയാണോ, നിങ്ങൾ വെറുതെ അയക്കുകയാണോ എന്നൊക്കെ ഉള്ള കുറെ ഒരു കൺഫ്യൂഷൻസ് വരും. സോ ചോദിക്കുന്നതിന് മാത്രം റിപ്ലൈ തരിക. ഓക്കെ, ആൻഡ് ഞാനൊരു സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ വീണ്ടും ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ റിപ്ലൈ അയച്ചുകൊണ്ടിരിക്കരുത്. ഓക്കെ, once I start with the second question, stop answering for the first question. Okay, I hope it's clear. Clear ആണെങ്കിൽ ഒരു thumbs up. Okay, doubts ചോദിക്കാൻ നിങ്ങൾക്ക് ടൈം തരും. I hope last week ഒക്കെ ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഡൗട്ട്സ് ഓരോരുത്തരുടെയും നമ്മൾ വായിച്ചു പോയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, സോ ഇന്നത്തെ ഒരു റീക്യാപ്പ്, നമ്മുടെ കോണ്ടന്റ് റീക്യാപ്പ് എന്താണ്, നമ്മൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ ആൻഡ് ലിസണിങ് സ്കിൽസ് എൻഹാൻസ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഇന്റഗ്രേറ്റിംഗ് ബോത്ത്, അതായത് നമ്മൾ പറഞ്ഞിരുന്ന ഒരു ലാംഗ്വേജിൽ ഫ്ലുവന്റ് ആവണമെങ്കിൽ വി നീഡ് റീഡിംഗ് സ്കിൽസ്, വി നീഡ് ലിസണിങ് സ്കിൽസ്, വി നീഡ് സ്പീക്കിംഗ് സ്കിൽസ് ആസ് വെൽ ആസ് റിട്ടൺ സ്കിൽസ്. ഓക്കെ, ദാറ്റ് ഇസ് റൈറ്റിംഗ് സ്കിൽസ്. ഓക്കെ, ഇതെല്ലാം വേണം. സോ ഈ 4 സ്കിൽസും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു കോംപ്രിഹെൻസീവ് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ലാസ്റ്റ് വീക്കും ഇനി കമ്മിങ് വീക്കിലും നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, then skills covered will be doing basic reading strategies for comprehension and looking for main ideas and specific ideas. അതായത് നമ്മളൊരു ടെക്സ്റ്റ് വായിക്കുന്ന സമയത്ത് ഓവറോൾ അതെന്താണ് കൺവേ ചെയ്യുന്നത്, അതുപോലെ തന്നെ ആ ഒരു ടെക്സ്റ്റ് കൺവേ ചെയ്യുന്ന മൈന്യൂട്ട് ഡീറ്റെയിൽസ് എന്താണ് എന്നുള്ളത്. ഓക്കെ, and then again this comprehensive language use. Okay, ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിന്റെ ഒരു ഓവർവ്യൂ എന്ന് പറയും. And then so starting with reading comprehension skills. I hope reading comprehension നിങ്ങളൊക്കെ ചെയ്തപ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആയിരുന്നോ? നിങ്ങൾക്ക് തന്നിരുന്ന ആക്ടിവിറ്റീസിൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമോ? തന്നിരുന്ന എല്ലാം സിമ്പിൾ ടെക്സ്റ്റുകളായിരുന്നു. മിക്കവാറും പാസേജ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് സിംഗിൾ ലൈൻ, അതായത് സിംഗിൾ സെന്റൻസ്, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിംഗിൾ സെന്റൻസ് മാത്രമായിരുന്നു. അതെല്ലാം എല്ലാവർക്കും ഓക്കെ ആയിരുന്നു? നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിച്ചോ? നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്ന എല്ലാ റീഡിംഗ് കോംപ്രിഹെൻഷനും ഓൾമോസ്റ്റ് ഓക്കെ ആണ്. ഓക്കെ, വാട്ട് അബൌട്ട് അതേഴ്സ്? ഓക്കെ, ക്ലിയർ ആവാനവരുണ്ടെങ്കിൽ അതും പറയൂട്ടോ പ്ലീസ്. എല്ലാവരുടെയും ലെവൽ മനസ്സിലാക്കി എനിക്ക് അതനുസരിച്ച് ക്ലാസ് എടുക്കാമല്ലോ. യെസ്, ഓക്കെ ആണ്. ദാറ്റ് വാസ് നോട്ട് വെരി ബേസിക്, എന്നാലും ബേസിക് സെന്റൻസ് ആയിരുന്നു. ബട്ട് വെരി ബേസിക്കിനേക്കാൾ ജസ്റ്റ് ഒരു കുറച്ചും കൂടെ അബവ് ലെവൽ ആയിരുന്നു. ഓക്കെ, ഇറ്റ് വാസ് ഓക്കെ. സോ ഹിയർ I've given an example. Okay, ഇത് ഒന്ന് വായിക്കുക. After this we'll have few questions on this. Okay, you can take time. I'll give you time. ഞാൻ 5 minutes ടൈം തരാം. ഇപ്പൊ സമയം 8:05, 8:10 വരെ ഞാൻ സമയം തരാം. നിങ്ങളത് വൺസ് ട്വൈസ് എത്ര സമയം വേണമെങ്കിലും വായിച്ചോളൂ. ഈ ഒരു 5 minutes എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ചോദിച്ചോളൂ. ഞാൻ നിങ്ങൾ വായിച്ചതിന് ശേഷം ഈ സ്ലൈഡ് ചേഞ്ച് ചെയ്യും, എന്നിട്ടായിരിക്കും ഇത് റിലേറ്റ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, you can start reading. ആൻഡ് നിങ്ങൾ ആരും വായിച്ചിട്ട് എഴുതി വെക്കണ്ടില്ല കേട്ടോ, വായിച്ചാൽ മതി. ബിക്കോസ് വെരി സിമ്പിൾ, വെരി ബേസിക് ടെക്സ്റ്റ് ആണത്.
നിങ്ങൾ ആരെങ്കിലും വായിച്ച് കംപ്ലീറ്റ് കോംപ്രിഹെൻഡ് ചെയ്തു മനസ്സിലായിട്ടുള്ളവരുണ്ടെങ്കിൽ എനിക്ക് തംസ് അപ്പ് തന്നേക്ക് കേട്ടോ. സോ ഐ കൻ നോ ഇറ്റ്. Okay, I've got many thumbs up. Good. But let's consider all. നമുക്ക് എല്ലാരെയും കൺസിഡർ ചെയ്യാം. Okay, we'll give 2 more minutes. 8, 9 ആവുമ്പോൾ we'll proceed. 8, 7 ആയി. 8, 9 ആവുമ്പോൾ നമുക്ക് proceed ചെയ്യാം. ഒരു മിനിറ്റ് ഞാൻ കട്ട് ഓഫ് ചെയ്തു because almost everyone has completed. Okay, we have 163 participants, but ഇവിടെ thumbs up കിട്ടിയേക്കുന്നതിൽ 100 പോലും ആയിട്ടില്ല കേട്ടോ. കുറച്ച് പേര് thumbs up ഇട്ടത് കൊണ്ട് ബാക്കിയുള്ളവർ ഇടണ്ട അങ്ങനെയില്ല കേട്ടോ. I expect everyone to give a reply. Yes. Okay, so I think almost everyone has completed it. Yeah, so I'll move on to the question. MCQ ആണ്, simple question ആണ്. First, read the first question. The dog's name is, you can answer A, B, C, D. നിങ്ങൾ option answer ചെയ്താൽ മതി. The dog's name is, yes, very good. The dog's name is Tip. Brendan എന്നത് കുട്ടിയുടെ പേരായിരുന്നു അല്ലേ? Okay. Okay, thank you so much. What about the second question? Which of the following have a positive effect on a child's development? Very good. Feeling responsible, feeling empathy, building friendships. ഇതെല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. All of the above. Okay. ഇനി MCQs കഴിഞ്ഞു. ഞാൻ കുറച്ച് fill in the blanks type of questions ചോദിക്കാം. I want both of you to answer. I want everyone to answer it. Okay. First question. How old is Brendan? How old is Brendan? Wow, very good, very good. And ഇവരുടെ ബോണ്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വേർഡ് യൂസ് ചെയ്തിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? വാട്ട് വാസ് ഇറ്റ്? ഇവര് രണ്ടുപേരും ഭയങ്കര ബോണ്ടഡ് ആണ്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഇൻസെപ്പറബിൾ, വെരി ഗുഡ്. ഓക്കെ, സോ ഓൾ ഓഫ് യു ഹാസ് ഗോട്ട് വെരി ഗുഡ് കോംപ്രിഹെൻഷൻ സ്കിൽസ്, നല്ല മെമ്മറി ഉണ്ട്. ഇനി ഇതില് ഈ ഒരു ടെക്സ്റ്റിൽ മനസ്സിലാവാത്ത വാക്കുകളോ ഏതെങ്കിലും ഫ്രേസസോ വേർഡ്സോ ഒന്നും ഇല്ലല്ലോ? It's a very basic one. Everything is clear, right? Yeah. So we'll move on. Okay. പിന്നെ listening practice ആയിരുന്നു. നിങ്ങൾക്ക് ഓഡിയോ തന്നിട്ട് അതിന്ന് questions ചോദിച്ചതായിരുന്നു അല്ലേ? So importance of listening in everyday context. നമ്മള് ഇങ്ങനെ ഒരു saying ഉണ്ട്. To be a good speaker, we need to be a good listener. നല്ലവണ്ണം സംസാരിക്കുന്ന ഒരാളാവണം എന്നുണ്ടെങ്കിൽ നല്ലവണ്ണം കേൾക്കുകയും അതുപോലെ തന്നെ വായിക്കുകയും ചെയ്യുന്ന ഒരാളായിരിക്കണം. അതിന്റെ വ്യത്യാസം എന്താണെന്നറിയോ? നമ്മൾ സംസാരിച്ച് മെച്ചപ്പെടും, പക്ഷെ നമുക്ക് കൂടുതൽ ഇൻപുട്സ് കിട്ടില്ല. ഇപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് എനിക്ക് അറിയുന്നത് മാത്രമേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയുള്ളൂ. ആ പറച്ചിലുകളിൽ മെച്ചപ്പെടുത്തൽ ഉണ്ടാവാം, പക്ഷെ എന്താണ്, എനിക്ക് പുതിയ നോളേജ് കിട്ടുന്നില്ല. ലിസൺ ചെയ്യുന്ന സമയത്തും അതുപോലെ റീഡ് ചെയ്യുന്ന സമയത്തുമാണ് നമ്മൾക്ക് പുതിയ ഇൻഫർമേഷൻ, പുതിയ റിസോഴ്സസ്, പുതിയ ഇൻപുട്സ് കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ റീഡിങ്ങിലും ലിസണിങ്ങിലും ഇത്രയും ഫോക്കസ് കൊടുക്കുന്നത്. ഓക്കെ, വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് വേർഡ് ഓഫ് ദി ഡേയും ഇഡിയം ഓഫ് ദി ഡേയും തരുന്നുണ്ടെങ്കിലും അതിനേക്കാൾ എഫക്റ്റീവ് ആയിട്ട് നമ്മൾ ഇതുപോലത്തെ ഫ്രേസസ് പഠിക്കുക എപ്പോഴാണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ടെക്സ്റ്റുകൾ അല്ലെങ്കിൽ നമുക്ക് ചില സിനിമ ഡയലോഗുകൾ ഭയങ്കര ഓർമ്മയല്ലേ? എന്തുകൊണ്ടാണ്? കാരണം നമ്മളത് കോണ്ടെക്സ്ച്വലി ആണ് നമ്മളത് കേൾക്കുന്നത് അല്ലെ? ആ ഒരു സിനിമയിൽ ആ ഒരു സന്ദർഭോചിതമായി നമ്മളത് കേൾക്കുന്നത് കൊണ്ടാണ് ഈ സിനിമ ഡയലോഗുകളൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ ഓർത്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങളോട് വേർഡ് ഓഫ് ദി ഡേ ആൻഡ് ഇഡിയം ഓഫ് ദി ഡേ നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ അത് യൂസ് ചെയ്തുകൊണ്ട് സെന്റൻസ് ഉണ്ടാക്കാൻ പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ലിസണിങ് ആക്ടിവിറ്റീസ്, ഇപ്പൊ ഇവിടെ തരുന്ന ആക്ടിവിറ്റീസ് മാത്രമല്ല, ഇപ്പൊ നിങ്ങൾ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നവർ ഇവിടെ എന്താണ് മറ്റു വർക്കുകൾ ചെയ്യുന്നവരുണ്ടാവും, ഹൗസ് വൈഫ്സ് ഉണ്ടാവാം, റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യുന്നവരുണ്ടാവും. നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ടോപ്പിക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയം ഇല്ലാത്ത ടോപ്പിക്കുകളെ കുറിച്ച് കേൾക്കാൻ ശ്രദ്ധിക്കാം. കാരണം നമുക്ക് അറിയുന്ന ഒരു വസ്തുവിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കെയർലെസ് ആയിരിക്കും. ഇപ്പോൾ ഐ എം ഫ്രം സൈക്കോളജി ബാക്ക്ഗ്രൗണ്ട്. ഇപ്പോൾ സൈക്കോളജിയുടെ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ കേൾക്കുന്ന സമയത്ത് മേ ബി ഞാൻ കുറച്ച് കെയർലെസ് ആയിരിക്കും. കാരണം എന്താണ്, അത് എനിക്ക് ഓൾറെഡി അറിയാം. പക്ഷെ അറിയാത്ത, ഇതുവരെ ഞാൻ കേൾക്കാത്ത ഒരു സംഭവം ഞാൻ പുതുതായി വായിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന സമയത്ത് ഞാൻ മൊത്തമായിട്ട് എൻ്റെ അറ്റൻഷൻ അതിലേക്ക് കൊടുക്കും. ഓക്കെ, സോ നിങ്ങൾ ലിസൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് കോംപ്ലെക്സ്, നിങ്ങൾക്ക് പരിചയമില്ലാത്ത
ടോപ്പിക്സിനെ കുറിച്ച് കേൾക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പൊ പോഡ്കാസ്റ്റുകളാവട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ യൂട്യൂബില് വീഡിയോസ് തന്നെ നിങ്ങൾ വീഡിയോ കാണാതെ അതിന്റെ ഓഡിയോ കേട്ടാലും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഇപ്പോ സ്പേസ് റിസർച്ചിനെ കുറിച്ചാവാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചാവാം, എന്തും നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ കിട്ടുക എന്നതിനേക്കാൾ ലിസണിങ് സ്കിൽസ്, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ചെയ്യാനാണ്. സോ ഏത് ടോപ്പിക് ആയാലും ഡസന്റ് മാറ്റർ. ഓക്കെ, സോ അതൊരു നല്ല ടിപ്പാണ്. നമ്മൾക്ക് പരിചയമില്ലാത്ത ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നിങ്ങൾ നിങ്ങളുടെ ഓഡിയോസും വീഡിയോസും കാണുക എന്നുള്ളത്. ഓക്കെ, ട്രൈ പ്രാക്ടീസിങ് ഇറ്റ്. പക്ഷെ ചിലർ നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവും. ഇൻട്രസ്റ്റ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഇതുവരെ കേൾക്കാത്തതിൽ ഒട്ടും ഇൻട്രസ്റ്റ് കൊടുക്കാത്തവരുണ്ടാവും. രണ്ട് തരത്തിലുള്ള ആൾക്കാരുണ്ടല്ലോ. ഞാനൊക്കെ ക്യൂരിയസ് ആയിട്ടുള്ള ആളാണ്. ഇതുവരെ കേൾക്കാത്ത ഒരു സംഗതിയെ കുറിച്ച് കേൾക്കുമ്പോൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ടിരിക്കും. നിങ്ങളൊക്കെ എങ്ങനത്തെ ആൾക്കാരാണ്? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് മാത്രം കേൾക്കുന്നവരാണോ, അതോ പരിചയമില്ലാത്തതിനെ ഒഴിവാക്കുന്നവരാണോ? നിങ്ങളൊക്കെ ഏത് തരത്തിലുള്ള ആൾക്കാരാ? ലെറ്റ് മീ നോ പ്ലീസ്. ക്യൂരിയസ് ആണ്. ഓക്കെ, അറിയാത്ത സബ്ജക്റ്റുകളെ കുറിച്ച് പുറകെ പോവാത്ത ആൾക്കാരുണ്ടോ? അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇവൻ എന്റെ ഫ്രണ്ട് സർക്കിളിൽ തന്നെ അങ്ങനത്തെ ആൾക്കാരുണ്ട്. ദാറ്റ് ഇസ് ഓൾസോ ഫൈൻ. മനുഷ്യരല്ലേ, എല്ലാവരും ഡിഫറെന്റ് ആണ്. സോ ജസ്റ്റ് ഇൻട്രസ്റ്റഡ് തിങ്സ് ഓൺലി. യെസ്, ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്സിന്റെ പുറകെ മാത്രം പോകുന്ന ആൾക്കാരുണ്ട്. സാഹചര്യത്തിനനുസരിച്ചിരിക്കും. ഓക്കെ, ഗുഡ്. ഓക്കെ, ക്യൂരിയസ് ആണ് ബട്ട് ഫെമിലിയർ ടോപ്പിക്സ്. യാ, അങ്ങനെയുണ്ട്. ഇപ്പൊ നമ്മളുടെ ഇൻട്രസ്റ്റ് ഏരിയയിൽ തന്നെ നമ്മൾ അറിയാത്ത കാര്യങ്ങൾ ഉണ്ടാവില്ല. ഇപ്പൊ സൈക്കോളജിയിൽ തന്നെ ഞാൻ അറിയാത്ത കാര്യങ്ങൾ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ എന്താണ് ഒരു IT പ്രൊഫഷണൽ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ IT തന്നെ നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ ഉണ്ടാവും. ഓക്കെ, ദാറ്റ് ഇസ് ഓൾസോ ദയർ. ഓക്കെ, ഫൈൻ. ഓക്കെ, ഓക്കെ, ഗുഡ്. ഓക്കെ, സോ നിങ്ങൾ ലിസ്ണിംഗ് സ്കിൽസ് രണ്ട് രീതിയിൽ ചെയ്യണം. ഒന്നിങ്ങനെ കോംപ്ലക്സ് ടോപ്പിക്സും, മറ്റൊന്ന് സിമ്പിൾ കൺവേഴ്സേഷൻസ്. അതായത് ഡെയിലി ലൈഫിലുള്ള ഇപ്പൊ ഒരു ഷോപ്പിൽ പോയാലും നമ്മൾ എങ്ങനെ സംസാരിക്കണം, ഡോക്ടർ പേഷ്യന്റ്, ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ്, മോം ആൻഡ് ചൈൽഡ്, അങ്ങനത്തെ ബേസിക് ഡയലോഗ്സും നിങ്ങൾ കേൾക്കണം. കാരണം നമ്മുടെ ഡെയിലി ലൈഫ് ഡയലോഗ്സിനെ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ കോംപ്ലക്സ് ആയിട്ടുള്ളത് കേൾക്കുന്ന എന്തിനാണ്? നമ്മുടെ ഫോർമൽ ഇംഗ്ലീഷിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ജോബ് സ്പേസിലൊക്കെ യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ്. നിങ്ങളുടെ കമ്മിങ് വീക്ക്, 4th വീക്കിൽ നമ്മൾ കുറച്ചും കൂടി ഒരു ഫോർമൽ സംഗതികളിലേക്കൊക്കെ നോക്കുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ ലിസ്ണിംഗ് രണ്ട് രീതിയിൽ നോക്കണം. ഒന്ന് സിമ്പിൾ ഡെയിലി കൺവേഴ്സേഷൻസും, ഒന്ന് കുറച്ചും കൂടെ കോംപ്ലക്സ് ഇൻഫോർമേറ്റീവ് സംഭവങ്ങളും. അത് ഈ കോമൺ കൺവേഴ്സേഷൻസ് ആകുമ്പോൾ ഇൻഫോംഡ് ആയിരിക്കും. നമ്മൾ അതും പഠിക്കണം. അതോടൊപ്പം തന്നെ എന്താണ് ഫോർമൽ, രണ്ടും നമ്മൾ ഹാൻഡ് ഇൻ ഹാൻഡ് കൊണ്ടുപോകണം. ഓക്കെ, ഇവിടെ ഏതൊക്കെയോ പോഡ്കാസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ്രൂ ഹുബർമാൻ പോഡ്കാസ്റ്റ്. അതങ്ങനെ തന്നെയാണോ അതിന്റെ പ്രൊനൗൺസിയേഷൻ എന്നുള്ളത് ഐ ഡോണ്ട് നോ. ഓക്കെ, ബാക്കിയുള്ളവർക്ക് ഹെൽപ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ബാക്കിയുള്ളവർക്കും സെർച്ച് ചെയ്ത് നോക്കാം. താങ്ക് യു ഷംനാഥ് ഫോർ ദാറ്റ്. ഓക്കെ, ഓക്കെ, ഇവിടെ ഒരു കൺവെർസേഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഐ നീഡ് 2 people to read it. ആരെങ്കിലും രണ്ടാൾക്കാരൊന്നും ഒന്ന് വായിക്കാവോ? Can someone voluntarily come up? Okay, Sharmina has raised hand. Anyone else? Ramsina. Sharmina, are you able to unmute? Yes. I can. Hello, am I audible? Yes, you are audible. Thank you. And Ramsina? Starting with Alex. Wait, just a minute. Ramsina, are you able to unmute? Yeah. Yes. So both of you first introduce yourself, and then you can choose the character whichever you want, and then start. രണ്ടുപേരും ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, which course are you doing എന്നുള്ളത്. I am Shamina. ഞാൻ വയനാട് നിന്നാണ്. I'm from വയനാട്. I'm doing. Yeah, and which course are you doing? Sharmini ആയിരുന്നില്ലേ? What happened? അത് ഞാൻ മ്യൂട്ട് ആയി പോയി. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. Okay, പറഞ്ഞോളൂ. ഞാൻ BA psychology ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. Okay, nice. And what about Ramsina? Hi, I'm Ramsina. I'm from Palakkad. Now I'm pursuing my MPA in HR. Actually, I'm an associate content writer. Apart from that, sorry, I didn't hear you. Basically, I'm an associate content writer. Okay, nice. Yeah, apart from that, I decided to pursue one more degree. Choose your. Okay, nice. Good. Happy to know about both of you. Okay, very good. And can you please, I think, Sharmina, can
Okay, thank you. So, Sharmina, can you be Alex? And Ramsina, can you be Jamie? Yeah, okay. Yeah, okay, you can start. Others, please do listen carefully. Yeah. Hey, Jamie, got any plans for this weekend? Not really, just the usual chill stuff. Why? What's up? I was thinking we could do something a bit more exciting. Maybe a day trip or an outdoor adventure. Sounds intriguing. What do you have in mind? Well, I was considering a hike at Blackwood Trail. It's supposed to be gorgeous this time of the year. Oh, that does sound nice. How long is the hike? It's about 5 miles round trip. Not so strenuous, but it's supposed to have some really stunning views. I mean, do you know what time we should start? I was thinking early, around 8 a.m. That way we can beat the crowds and have plenty of time to enjoy the scenery. Of course. Thank you. Okay, thank you. Wow, very good. Thank you both of you. Thank you, Sharmina, and thank you, Ramsina, for coming up. Thank you so much. Okay. സോ ഇവിടെ നിങ്ങൾ ഇനി ഓരോ ഡയലോഗ്സ് ഒന്ന് ഫോക്കസ് ചെയ്യുക. ഇത് നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ഫ്രേസസ് ഈ ഒരു കൺവെർസേഷനിലുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കൊടുത്തത്. ഗോട്ട് എനി പ്ലാൻസ് ഫോർ ദിസ് വീക്കെൻഡ് എന്നുള്ളത് നമുക്ക് ആരോടെങ്കിലും നിങ്ങളുടെ ഇന്നത്തെ പ്ലാൻ എന്താണ് എന്ന് ചോദിക്കണമെങ്കിൽ ഗോട്ട് എനി പ്ലാൻസ് ഫോർ ദിസ് വീക്കെൻഡ്, ഗോട്ട് എനി പ്ലാൻസ് ഫോർ ടുഡേ, ഗോട്ട് എനി പ്ലാൻസ് ഫോർ ദിസ് മന്ത്, അല്ലെങ്കിൽ ഗോട്ട് എനി പ്ലാൻസ് ഫോർ ദിസ് വെക്കേഷൻ എന്നിങ്ങനെ ചോദിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഇത് എവിടെയും ചോദിക്കാൻ പറ്റിയ, ബട്ട് ഇതൊരു ഇൻഫോർമൽ കൺവെർസേഷൻ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഓഫീസ് മീറ്റിംഗിൽ ഇത്തരത്തിലുള്ള ഫ്രേസസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതൊരു ഫ്രണ്ട്സ് തമ്മിൽ, അല്ലെങ്കിൽ ഒരു കസിൻസ് തമ്മിൽ, അല്ലെങ്കിൽ ഫാമിലിയുടെ ഇടയിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ലാംഗ്വേജ് ആണ്. ഓക്കെ, ദാറ്റ് ഇസ് വൈ ദിസ് ഇസ് ബിറ്റ്വീൻ ടു ഫ്രണ്ട്സ് ആൻഡ് ഇറ്റ് ഇസ് ഇൻഫോർമൽ. ഓക്കെ, യാ, ദാറ്റ്സ് എ കാഷ്വൽ വേ ടു ആസ്ക് സംവൺ ഗോട്ട് എനി പ്ലാൻസ്. അതായത് എന്താ പരിപാടി എന്ന് നമ്മൾ ചോദിക്കില്ലേ, അതിന്റെ ഒരു ഇംഗ്ലീഷ് ഓൾട്ടർനേറ്റ് ആണ് ഗോട്ട് എനി പ്ലാൻസ് എന്നുള്ളത്. ഓക്കെ, ദെൻ അതുപോലെ ഇവിടെ ജെമി പറയുന്ന വൈ വാട്സ്ആപ്പ് എന്ത് പറ്റി, അല്ലെങ്കിൽ വാട്സ്ആപ്പ് എന്നുള്ളത് നമ്മൾ ഹൗ ആർ യു എന്നതിന് പകരം ഹേയ് വാട്സ്ആപ്പ് എന്ന് ചോദിച്ചാൽ എന്തെടുക്കുകയാണ്, എവിടെയാണ് എന്നൊക്കെ ഉള്ളതിനുള്ള ഒരു ഓൾട്ടർനേറ്റ് ആണ് വാട്സ്ആപ്പ്. ഓക്കെ, ദെൻ കമ്മിങ് ടു അലക്സ്, മേ ബി എ ഡേ ട്രിപ്പ് ഓർ എൻ ഔട്ട്ഡോർ അഡ്വെഞ്ചർ. നമ്മൾ ഒന്നില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. മേ ബി ഐ സ്ലീപ്പ് ഓർ മറ്റൊന്ന് എന്ന് പറയാൻ വേണ്ടി നമുക്ക് അത് യൂസ് ചെയ്യാം. മേ ബി എ ഡേ ട്രിപ്പ് ഓർ എൻ ഔട്ട്ഡോർ അഡ്വെഞ്ചർ. ഒന്നില്ലെങ്കിൽ നമുക്കൊരു ചെറിയ ട്രിപ്പ് പോവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഔട്ട്ഡോർ അഡ്വെഞ്ചറിന് പോവാം. ഓക്കെ, ദെൻ ജെമി സേസ് സൗണ്ട്സ് ഇൻട്രിഗ്യൂയിങ്. ഇൻട്രിഗ്യൂയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സീംസ് ഇൻട്രസ്റ്റിംഗ്, അല്ലെങ്കിൽ വാവ് ഇറ്റ്സ് നൈസ്, അല്ലെങ്കിൽ സൗണ്ട്സ് ഫാസിനേറ്റിംഗ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു, ഫാസിനേറ്റിംഗ് ആയിട്ട് തോന്നുന്നു എന്നുള്ളതിന്റെ ഒരു സിനോണിമാണ് ഇൻട്രിഗ്യൂയിങ്. ഓക്കെ, സോ എന്തെങ്കിലും ഒരാൾ പറയുന്ന ഒരു കാര്യം നമുക്ക് എഗ്രി ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾക്കും അതിനോട് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ട് സൗണ്ട്സ് ഇൻട്രസ്റ്റിംഗ് എന്നതിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വേർഡാണ് ഇൻട്രിഗ്യൂയിങ്. ഓക്കെ, വാട്ട് ഡു യു ഹാവ് ഇൻ മൈൻഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. സോ ഈ ഫ്രേസസ് നിങ്ങൾ എഴുതി വെച്ചോളൂ, ബിക്കോസ് ഇത് നിങ്ങൾക്ക് പല സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, വാട്ട് ഡു യു ഹാവ് ഇൻ മൈൻഡ് എന്ന് ചോദിച്ചാൽ എന്താണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടോ. Okay, then okay, again coming to Jemmy's, Alexander ഒന്ന് സ്കിപ്പ് ചെയ്തിട്ട് ജെമിയുടെ ഡയലോഗിലേക്ക് വരാം. ഓ ദാറ്റ് സൗണ്ട്സ് നൈസ്. എഗെയിൻ നമ്മൾ ഒരാളായിട്ട് എന്തെങ്കിലും എഗ്രി ചെയ്യുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമ്മളും കൂടെ അവർ പറയുന്നതുമായി യോജിക്കുന്നുണ്ട് എങ്കിൽ വി കൻ സേ ഓ വൗ ദാറ്റ് സൗണ്ട്സ് നൈസ്. ഓക്കെ, എനിക്ക് ഇഷ്ടമായി എന്നുള്ള ഒരു രീതിയിൽ പറയാനാണ് വൗ ദാറ്റ് സൗണ്ട്സ് നൈസ്. ഓക്കെ, എന്നത് രണ്ട് രീതിയിലും നമുക്ക് റിപ്ലൈ കൊടുക്കാം. ഹൗ ലോങ് ടു ബി എക്സാക്ട് ലിറ്ററലി ഇസ് എന്താണ് ഡിസ്റ്റൻസ് ആണ്, പക്ഷെ നമ്മൾക്ക് ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇറ്റ് വിൽ ടേക്ക് അറൌണ്ട് 3 hours എന്ന റിപ്ലൈയും കൊടുക്കാം. ഓക്കെ, ഹൗ ലോങ് ഇസ് ദ ഹൈക്ക് എന്നുള്ളതിനോട് അലക്സ് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് അബൌട്ട് 5 miles റൗണ്ട് ട്രിപ്പ്. റൗണ്ട് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് നമുക്ക് പോയി തിരിച്ചു വരാനുള്ള ജേർണിനെയാണ് റൗണ്ട് ട്രിപ്പ്. അതായത് ടു ആൻഡ് ഫ്രോ, പോവാൻ മാത്രമല്ല പോയി തിരിച്ചു വരാൻ നമുക്ക് 5 miles ആണ് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് റൗണ്ട് ട്രിപ്പ്. ഓക്കെ, നോട്ട് ടു സ്ട്രീനിയസ്, അതായത് ഭയങ്കര ഒരു സ്ട്രെസ്ഫുൾ അഡ്വെഞ്ചർ ഒന്നും അല്ല എന്നാണ് പറയുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല.
പക്ഷെ എന്താണ് സം റിയലി സ്റ്റണ്ണിങ് വ്യൂസ്. സ്റ്റണ്ണിങ് എന്ന് പറഞ്ഞാൽ അടിപൊളി. വിൽ ഹാവ് റിയലി സ്റ്റണ്ണിങ് വ്യൂസ്. ഭയങ്കര സീനിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര അടിപൊളിയായിട്ടുള്ള എന്നുള്ളതിനാണ് സ്റ്റണ്ണിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ അടുത്തൊരു ഇത് ജെമിയുടെ ഫസ്റ്റ് ഡയലോഗ് നോക്കുക. ഐ എം ഇൻ എന്ന് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ ഇന്ന് നമ്മൾ ലിറ്ററലി എന്താണ് നമ്മൾ പ്രൊപ്പോസിഷൻസ് യൂസ് ചെയ്യുന്ന ഇൻ, നമ്മൾ എന്തിനെങ്കിലും ഉള്ളിലാണ്, മൈ പൗച്ചസ് ഇൻ ദ ബാഗ്, അങ്ങനെയാണ് ഇൻ. അപ്പൊ ഐ എം ഇന്നിന്റെ മീനിങ് എന്താണ്? നമ്മൾ എന്തിലെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ട്. ഐ യു കമ്മിങ് ഫോർ എ മൂവി എന്ന് ചോദിക്കുന്ന സമയത്ത് ഐ എം ഇൻ എന്ന് പറഞ്ഞാൽ എന്താണ്? യെസ്, ഞാനും വരുന്നുണ്ട് എന്നാണ് അതിന്റെ മീനിങ്. ഓക്കെ, ഐ എം ഇൻ, യെസ്, ഞാനും ഉണ്ട്. ഓക്കെ, സോ ദെൻ കോമൺ ഡയലോഗ്സ്. വാട്ട് ഡു യു നോ വാട്ട് ടൈം ഷുഡ് we start? I was thinking early around 8 a.m. That way we can beat the crowds. Beat the crowds എന്ന് പറഞ്ഞാൽ crowd തിരക്കാവുന്നതിനേക്കാളൊക്കെ മുമ്പ്. And have plenty of time to enjoy the scenery. Okay, so I hope this dialogue or this conversation is clear with everyone. Is anyone having any confusion regarding this? Doubts with any words or any phrases or any dialogue, any sentences, anything? ഓക്കെ, സോ ഈ ഒരു കോൺവെർസേഷനിൽ ഒരുപാട് ഫ്രേസസ് നിങ്ങൾക്ക് ഇനി നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് സ്ഥലത്ത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ ബേസിക് ആയിട്ടുള്ള സംഗതികളാണ്. സോ ഐ ഹോപ്പ് യു ടേക്കൺ നോട്ട് ഓഫ്. ഓക്കെ, ഐ എം ജസ്റ്റ് ലിസ്ണിംഗ്. ഓക്കെ, നിങ്ങൾ നോട്ട് ചെയ്യണം എന്ന് നിർബന്ധം ഒന്നുമില്ല, പക്ഷെ ഇറ്റ് വിൽ ഹെൽപ്പ് യു ഇഫ് യു നോട്ട് ഇറ്റ്. കാരണം ഇന്ന് നിങ്ങൾ ഇങ്ങനെ കേട്ടു പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുന്നു. പക്ഷെ നമ്മളിൽ പലരും ഡെയിലി ലൈഫിൽ ഇംഗ്ലീഷ് സംസാരിക്കാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാത്ത ആൾക്കാരാണ്. മേ ബി നമ്മുടെ വർക്ക് സ്പേസിൽ എല്ലാവരും മലയാളത്തിൽ തന്നെയായിരിക്കും സംസാരിക്കേണ്ടാവുക. പക്ഷെ ഇംഗ്ലീഷ് എന്താണ്? നമുക്ക് ഗ്ലോബലി ഓപ്പർച്യൂണിറ്റീസ്. ഇന്ന് പലരും എന്താണ് ലിങ്ക്ഡിൻ വഴിയും ഇൻഡീഡ് പോലത്തെ ജോബ് സെർച്ചിങ് ആപ്ലിക്കേഷൻസ് വഴി ഒരുപാട് ഓൺലൈൻ ജോബ്സ് ചെയ്യുന്നുണ്ട്. അതായത് UK ബേസ്ഡ് US ബേസ്ഡ് കമ്പനീസിൽ ഇന്ന് ഒരുപാട് മലയാളീസും ഒരുപാട് ഇന്ത്യൻസും വർക്ക് ചെയ്യുന്നുണ്ട്. സോ ദ ഗേറ്റ് വേ ടു സച്ച് ഓപ്പർച്യൂണിറ്റീസ് ഇസ് നോയിങ് ഇംഗ്ലീഷ്. ഓക്കെ, സോ ഹാവിംഗ് എ ഫ്ലുവന്റ് ലാംഗ്വേജ് വിത്ത് യു is a gateway to many opportunities. Okay, so let's move on to next. Okay, ഇനി ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുക എന്നുള്ളതാണ്, കമ്പൈനിങ് റീഡിങ് ആൻഡ് ലിസണിങ് സ്കിൽസ്. സോ നമ്മളിവിടെ അന്ന് നിങ്ങളോട് പറഞ്ഞിരുന്ന ആക്ടിവിറ്റി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ന്യൂസ് ഒക്കെ കാണുന്ന സമയത്ത് ന്യൂസിൽ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ പോകുന്ന ഹെഡ്ലൈൻസും കൂടെ വായിക്കാറില്ലേ? ഇറ്റ്സ് മൾട്ടി ടാസ്കിങ് അല്ലേ? Isn't it? അല്ലേ? യെസ്. സോ അത് നമ്മൾ മലയാളത്തിൽ നമുക്ക് ഈസി ആയിട്ട് പറ്റും. വൈ? ബിക്കോസ് മലയാളം ഇസ് അവർ മദർ ടങ്. നമ്മൾ മലയാളത്തിൽ ഭയങ്കര ഫ്ലുവന്റ് ആണ്. സോ ഇംഗ്ലീഷിലും നമ്മളത് പ്രാക്ടീസ് ചെയ്ത് ആ ഒരു ഫ്ലുവൻസി ലെവലിലേക്ക് എത്തണം. മേ ബി നമുക്ക് ഇംഗ്ലീഷിൽ നമ്മളിൽ ചിലർക്കെങ്കിലും അങ്ങനെ മൾട്ടി ടാസ്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? നമ്മൾ ഇംഗ്ലീഷിൽ ആ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. സോ അത് നിങ്ങൾ കോൺഷ്യസ്ലി പ്രാക്ടീസ് ചെയ്താൽ അതിലേക്ക് എത്താവുന്നതാണ്. ഓക്കെ, അതായത് അതിന് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ന്യൂസ് തന്നെ കാണുന്നതായിരിക്കും നല്ലത്. സോ താഴെ പോകുന്ന ഹെഡ്ലൈൻസും അതിന്റെ താഴെ ഹെഡ്ലൈൻസിന്റെ താഴെ ചെറുതായിട്ടുണ്ടാവില്ലേ, അത് വായിക്കുകയും ചെയ്യാം, അതോടൊപ്പം റിപ്പോർട്ടർ പറയുന്നത് കേൾക്കുകയും ചെയ്യാം. ഓൾസോ വിഷ്വൽസും പോകുന്നുണ്ടാവും. സോ ഇങ്ങനെ പഠിക്കുന്നതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരുപാട് സെൻസറി സിസ്റ്റംസ് വർക്ക് ചെയ്യാണ്. നമ്മുടെ വിഷ്വൽ സിസ്റ്റം വർക്കിംഗ് ആണ്, നമ്മൾ റീഡ് ചെയ്യുന്നുണ്ട്. സോ ബ്രെയിനിന്റെ ആ ഒരു റീഡിങ് ഏരിയ വർക്കിംഗ് ആണ്, നമ്മൾ ലിസൺ ചെയ്യാണ്. സോ നമ്മുടെ ഓഡിറ്ററി സിസ്റ്റം വർക്കിംഗ് ആണ്. സോ ഈ സമയത്ത് നമ്മളുടെ ഈ ഒരു ലാംഗ്വേജ് നമ്മുടെ ബ്രെയിൻ വളരെ അധികം പ്രോസസ് ചെയ്യും. ഓക്കെ, സോ നമുക്ക് ലാംഗ്വേജ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിഷ്വൽ ഓഡിറ്ററി സാധനങ്ങൾ കമ്പൈൻ ചെയ്തിട്ടുള്ള വീഡിയോസും ഓഡിയോസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് മൂവിൽ സബ് ടൈറ്റിൽസ് മാത്രം വായിച്ച് മൂവി കാണുന്നവരാണ്. യാ, ഓക്കെ. അതിൽ നിന്ന് നിങ്ങൾക്ക് ഇനി ഒരു സബ് ടൈറ്റിൽസ് ഇല്ലാതെ അവർ പറയുന്ന ആ ഒരു നേറ്റീവ് ഇംഗ്ലീഷ് മനസ്സിലാക്കാനുള്ള ഒരു ലെവലിലേക്ക് നമ്മളൊക്കെ എത്തും. ഓക്കെ, സോ ഇത് ഇംപ്രൂവ് ചെയ്യാനുള്ള സംഗതികൾ എന്ന് പറയുമ്പോൾ ഒന്ന് ഇത് തന്നെയാണ്. നിങ്ങൾ ന്യൂസ് കാണുക, ഇംഗ്ലീഷ് ചാനൽ. നിങ്ങൾക്ക് ഇന്ത്യൻ ഇംഗ്ലീഷ് ചാനൽ ന്യൂസ് കാണുന്നതായിരിക്കും നല്ലത്. ദാറ്റ് ഇസ് സ്റ്റാർട്ട് വിത്ത് ഇന്ത്യയിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇപ്പൊ NDTV പോലത്തെ അല്ലെങ്കിൽ വാട്ട് എവർ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് NDTV മാത്രമാണ്. എനി ചാനൽ, ഓക്കെ, ഇന്ത്യൻ ഇംഗ്ലീഷ് ചാനൽസ്. ബിക്കോസ് പെട്ടെന്ന് നമ്മൾ ഒരു വെസ്റ്റേൺ അല്ലെങ്കിൽ BBC ഒക്കെ കേൾക്കുന്ന സമയത്ത് മേ ബി അതിന്റെ ആക്സന്റ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. അൽ ജസീറ ഉണ്ട്, BBC ഉണ്ട്. യു കെൻ ഓൾസോ ഗോ ഫോർ ഇന്റർനാഷണൽ ചാനൽസ്. ഓക്കെ, ദാറ്റ് ഇസ് ഓഫ് യുവർ ചോയ്സ്. നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഓക്കെ. യാ, സോ
And how to improve these skills? First is listen to different types of content. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ പുതുതായി അറിയേണ്ട വളരെ നമ്മളിൽ ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്ന നമ്മുടെ ഫുൾ അറ്റൻഷൻ ഡ്രോ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോണ്ടന്റ് എടുക്കുക. NDT ഗുഡ് ആണ്. ആക്ച്വലി ഞാൻ ഇംഗ്ലീഷ് ചാനൽസ് അങ്ങനെ ഫോളോ ചെയ്യാറില്ല. ന്യൂസ് ആയാലും ഞാൻ സാധാ പോലെ മലയാളം ന്യൂസ് ആണ് കാണാറ്. ബട്ട് ഫോർ ദ പേർപ്പസ് ഓഫ് എഡ്യൂക്കേഷൻ പേർപ്പസിന് എന്താണ് നമ്മൾ ന്യൂസ് ഫോളോ ചെയ്യുന്നതിനേക്കാൾ ഇവിടെ എഡ്യൂക്കേഷൻ പേർപ്പസിന് വേണ്ടി ആയതുകൊണ്ട് യു ക്യാൻ ചൂസ് എനി വിച്ച് എവർ യു ആർ കംഫർട്ടബിൾ വിത്ത്. ഓക്കെ, എനിക്ക് പെട്ടെന്ന് ഇന്ത്യൻ ഇംഗ്ലീഷ് ചാനലായിട്ട് ഓർമ്മ വന്നത് NDTV ആണ്, അതുകൊണ്ട് അത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ആൻഡ് ദെൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഫ്രീലാൻസ് ജേർണലിസ്റ്റിന്റെ യൂട്യൂബിൽ കിട്ടും. അതായത് ചാനൽസ് ഒന്നും അല്ലാത്ത ഇപ്പൊ മക്തൂബ് മീഡിയ എല്ലാം പോലത്തെ ചാനൽസ് ആയിട്ട് TV ചാനൽസ് അല്ലാത്ത ഒരുപാട് നമുക്ക് ന്യൂസ് കിട്ടുന്ന വേറെ ഒരുപാട് ഇൻസ്റ്റഗ്രാം പേജസും യൂട്യൂബ് ഒക്കെ ഉണ്ട്. സോ യു ക്യാൻ ഓൾസോ ഡു ഇറ്റ്. കാർട്ടൂൺ കണ്ട് കുട്ടികൾ സംസാരിക്കുന്നുണ്ടല്ലോ. ഇറ്റ്സ് അഗെയിൻ ദ സെയിം മെക്കാനിസം. പക്ഷെ കുട്ടികളിൽ കാർട്ടൂൺ കാണിക്കുന്നത് അവരുടെ ഇമാജിനേഷൻ സ്കിൽസിനെ വളരെയധികം അവരുടെ മേ ബി സ്പീക്കിംഗ് എബിലിറ്റി ഇംപ്രൂവ് ചെയ്താലും അവരുടെ ഇമാജിനേഷൻ സ്കിൽസിനെ അത് കൊല്ലും. അത് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ആണ്. പക്ഷെ ജസ്റ്റ് ടെൽ, നമ്മുടെ വീട്ടിൽ നമ്മുടെ സിബ്ലിങ്സോ കുട്ടികളോ മക്കളോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിന്റെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. ബിക്കോസ് അതെങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒന്നാമത് കാർട്ടൂൺസും ഭയങ്കര കളർഫുൾ ആണ്. കുട്ടികളുടെ ബ്രെയിൻ സ്റ്റിമുലേറ്റഡ് ആവേണ്ടതിനേക്കാൾ അധികം അത് സ്റ്റിമുലേറ്റ് ചെയ്യും. ദാറ്റ്സ് ബാഡ്. ഓക്കെ, ആൻഡ് ഇപ്പോ കാത്തു ഇവിടെ ഒരു കാത്തു പൂച്ചയുടെ ഒരു കാർട്ടൂൺ ഇല്ലേ, കാത്തു പൂച്ച, ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവും. യെസ്, ഈ കാത്തുവിനെ കാണുന്ന ഒരു കുട്ടിയുടെ മൈൻഡിൽ പൂച്ച എന്ന് പറയുമ്പോൾ അതിന്റെ ഇമാജിനേഷൻ എന്തായിരിക്കും? കാത്തു ആയിരിക്കും അതിന്റെ പൂച്ച എന്നതിനുള്ള പ്രോട്ടോടൈപ്പ്. എന്നാൽ ഇതുവരെ കാർട്ടൂൺ കാണാത്ത അല്ലെങ്കിൽ കാത്തുപൂച്ചേനെ കാണാത്ത, ഓക്കെ ഇവിടെയും കാത്തു ഫാൻസ് ഉണ്ട്, ഓക്കെ വലിയവർ കാണുന്ന പോലെയല്ല, കുഞ്ഞു മക്കള് പുറത്തധികം പൂച്ചകളെ കാണുന്നതിനേക്കാൾ മുമ്പ് ഈ കാത്തുപൂച്ചയുടെ അടുത്ത് എക്സ്പോസ്ഡ് ആവുമ്പോൾ ഉണ്ടാവുന്ന കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പൂച്ച എന്നതിന്റെ പ്രോട്ടോടൈപ്പ് കാത്തു ആവും. അല്ലെങ്കിൽ ആ കാത്തുവിനെ കാണാത്ത ഒരു കുട്ടിയുടെ പൂച്ചകൾ എന്തായിരിക്കും? കറുത്ത പൂച്ചയുണ്ട്, വെളുത്ത പൂച്ചയുണ്ട്, ബ്രൗൺ കളർ പൂച്ചയുണ്ട്, അങ്ങനെ മിക്സഡ് കളേഴ്സ് ഉള്ള പൂച്ചയുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ കാത്തു കാണുന്ന ഒരു കുട്ടിക്ക് എന്താണ്? കാത്തു മാത്രമായി പോകും പൂച്ച. ഓക്കെ, അപ്പൊ അങ്ങനെ നമ്മുടെ ഇമാജിനേഷൻ സ്കിൽസിനെ അല്ലെങ്കിൽ കുട്ടികളെ ഇമാജിനേഷൻ സ്കിൽസിനെ അത് സാരമായി ബാധിക്കും എന്നാണ് റീസൺ സ്റ്റഡീസ് പറയുന്നത്. ഓക്കെ, സോ ജസ്റ്റ് കുട്ടികൾ ഇപ്പൊ നമ്മളെല്ലാരും ഫുഡ് കഴിക്കാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കും, പക്ഷെ അതിന്റെ ഒരു അതർ സൈഡ് പറഞ്ഞതാണ്. പക്ഷെ ഇൻ ടുഡേ വേൾഡ് കുട്ടികൾ ഫോൺ കാണാതെ അല്ലെങ്കിൽ 0 സ്ക്രീൻ ടൈം എന്നത് എത്രമാത്രം പോസിബിൾ ആണ് എന്ന് എനിക്കറിയില്ല. പക്ഷെ 2 years ബിലോ ഉള്ള കുട്ടികളെ സ്ക്രീൻ കാണിക്കരുത്, സ്ക്രീൻ എക്സ്പോഷർ പാടില്ല എന്നാണ് കേട്ടോ പറയുന്നത്. ഓക്കെ ഫൈൻ, ലെറ്റ് ഇറ്റ് ബി. ആൻഡ് ദെൻ ഹൗ ടു ഇംപ്രൂവ് ദീസ് സ്കിൽസ്? നമ്മൾ ഫസ്റ്റ് പോയിന്റ് ഇസ് ലിസൺ ടു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോണ്ടന്റ്. നെക്സ്റ്റ് ഇസ് ഇംപ്രൂവ് യുവർ ഫ്ലുവൻസി. അതായത് ഈ ഫ്ലുവൻസി ഇംപ്രൂവ് ചെയ്യാൻ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ചെയ്യുക. അതായത് നമ്മൾ ഇത്രയും കാലം മേ ബി ഇംഗ്ലീഷ് ഇവിടെ ന്യൂസ് ചാനൽസ് കണ്ടവരുണ്ടാവും, ഇംഗ്ലീഷ് ന്യൂസ് പേപ്പേഴ്സ് വായിച്ചവരുണ്ടാവും, ഇംഗ്ലീഷ് മൂവീസ് കണ്ടവരുണ്ടാവാം. പക്ഷെ ഇത്രയും കാലം നമ്മളൊരു പാസീവ് രീതിയിലായിരിക്കാം നിങ്ങൾ അതിനെടുത്തിട്ടുണ്ടാവുക. പക്ഷെ ഇപ്പോൾ നമ്മൾ EEPയുടെ ഭാഗമാണ്. വി ആർ ഓൺ എ ജേർണി ടു ഇംപ്രൂവ് അവർ ഇംഗ്ലീഷ് ലാംഗ്വേജ്, ഇസ്ന്റ് ഇറ്റ്? അല്ലെ, നമ്മൾ എല്ലാവരും ഒരു ജേർണിയിലാണ്. സോ നമ്മൾ കോൺഷ്യസ് ആയിട്ട് എഫേർട്സ് എടുക്കുക. നമ്മളൊരു മൂവി കാണുന്ന സമയത്ത് ഫുൾ കേട്ടിരിക്കുക, അല്ലെങ്കിൽ ഇനിയിപ്പോ സബ് ടൈറ്റിൽസ് വായിച്ച് നിങ്ങൾ മൂവി കാണുന്ന സമയത്ത്, ഞാനും സബ് ടൈറ്റിൽസ് ഒക്കെ തന്നെ വായിച്ച് മൂവി കാണുന്ന ആളാണ് കേട്ടോ. സബ് ടൈറ്റിൽസ് വായിക്കുന്ന സമയത്ത് ആ സബ് ടൈറ്റിൽസ് നിങ്ങൾക്ക് അറിയാത്ത ഏതെങ്കിലും ഒരു വേർഡ് വന്നാൽ നോട്ട് ഇറ്റ് ഡൗൺ. അപ്പൊ തന്നെ നിങ്ങൾ മീനിങ് നോക്കാൻ പോയില്ലെങ്കിലും പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ. ഫിലിം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്കുക. കാരണം എന്താണ്, നമ്മളുടെ ഈ ഒരു ഇംഗ്ലീഷ് ലേണിംഗ് ജേർണിനെ അത് ഭയങ്കരമായി ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ആൻഡ് നിങ്ങൾ ആ പഠിക്കുന്നത് പുതിയ നമ്മളുടെ ഡെയിലി കൺവെർസേഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക. നിങ്ങളൊരു ന്യൂസ് വായിക്കുന്ന സമയത്ത് ആ ന്യൂസിൽ എങ്ങനെയാണ് സെന്റൻസുകൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുക. സെന്റൻസ് സ്ട്രക്ചറിങ്, നമ്മൾ ന്യൂസ് ചാനലിൽ ഒരു ന്യൂസ് കേൾക്കുന്നതും അതേ സംഭവമാണോ നമ്മൾക്ക് ന്യൂസ് പേപ്പറിൽ റിട്ടൺ ആയിട്ട് കിട്ടുന്നത്? ഒരു റിപ്പോർട്ടർ ന്യൂസ് ചാനൽ റിപ്പോർട്ട് ചെയ്യുന്ന അതേ രീതിയിലാണോ നമുക്ക് ന്യൂസ് പേപ്പറിൽ കിട്ടുന്നത്? യെസ് ഓർ നോ? ആണോ? നോ, റൈറ്റ്. നമ്മൾ TV-യിൽ അവർ ന്യൂസ് കേൾക്കുന്നത് അത്ര ഒരു അല്ലെ അവർ പറയുന്നത് അത്ര ഒരു സ്ട്രക്ചർഡ് മാനറിൽ ആയിക്കൊള്ളുന്നില്ലേ? അപ്പോ
എന്താണ് അവിടെ പോയ ആൾക്കാരോട് സംസാരിച്ച ഒരു ഇന്റർവ്യൂ മെത്തേഡ് ആയിരിക്കാം, പല രീതിയിലായിരിക്കാം റിപ്പോർട്ടിങ്. ബട്ട് കമ്മിങ് ടു എന്താണ് ഒരു ന്യൂസ് പേപ്പറിൽ ഒരു റിട്ടൺ പീസിൽ അങ്ങനെയാണോ ഉണ്ടാവുക? അല്ല. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കോൺഷ്യസ് ആയി ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മളുടെ ആ ഒരു ന്യൂസ് കേൾക്കുന്നതിൽ നിന്ന് ന്യൂസ് വായനയിലേക്ക് വന്നപ്പോൾ വന്ന വ്യത്യാസം എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് കാര്യമായി ശ്രദ്ധിക്കുക. ഓക്കെ, സബ്ടൈറ്റിൽ കാണുന്ന വേർഡിന്റെ മീനിങ് അപ്പൊ തന്നെ അറിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഇപ്പൊ ഉറക്കം വരുന്നില്ല. ഈവൻ ആഫ്റ്റർ ജോയിനിങ് ലേൺ വൈസ്. ഓക്കെ, വൗ, ഹാപ്പി ടു നോ ദാറ്റ്. ഓക്കെ, അത് നല്ലതാണ്. ദാറ്റ് വിൽ ഷോർലി ഇംപ്രൂവ് our vocabulary. ആൻഡ് അമീന നമ്മളുടെ കൂടെ ലാസ്റ്റ് EET സെഷനിൽ ഉണ്ടായിരുന്ന ആളാണ്. ലാസ്റ്റ് EET സെഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോഴും ഉള്ള വേറെ ആരെങ്കിലും ഉണ്ടോ? അമീന അല്ലാതെ is there anyone else who's still continuing in EEP2? Yes, Swapna Sajo is here, Midlaj is here, Gauri is here. Okay, എനിക്ക് സ്വപ്നയുടെ പേര് മിദ്ലാജിന്റെ പേര് അങ്ങനെ കുറച്ച് പേരുകൾ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും റെസ്പോൺസ് ചെയ്യുന്ന ആൾക്കാരുടെ പേര് എനിക്ക് നല്ല ഓർമ്മ. I don't think Swapna Jason is here. No. Swapna Sajo is here. Swadish is not there. Swapna Jason is not there. Yeah. Maybe എന്താ സമയം ഉണ്ടാവില്ല അവർക്ക്. ഓക്കെ, ഇനി നല്ലൊരു മെത്തേഡ് എന്ന് പറയുന്നത് റെക്കോർഡ് യുവർ കൺവേഴ്സേഷൻസ്. നിങ്ങൾ ഡെയിലി, അത് ഞാൻ ലാസ്റ്റ് സെഷനിലും പറഞ്ഞിരുന്നതാണ്, ഡെയിലി 5 minutes ഇംഗ്ലീഷിൽ സംസാരിക്കുക. ഓക്കെ, ആരോടെങ്കിലും, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ ലെവലിൽ തന്നെ ഇംഗ്ലീഷ് അറിയുന്ന അല്ലെങ്കിൽ നിങ്ങളെക്കാൾ ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് അറിയുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് എങ്കിൽ, ഭയങ്കരമായി ഇംഗ്ലീഷ് അറിയുന്ന ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിച്ചാലുള്ള പ്രശ്നം, അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് കറക്റ്റ് ചെയ്യുമ്പോൾ മേ ബി നിങ്ങൾക്ക് അവരുടെ അടുത്ത് സംസാരിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഒരു രസം എന്താ അറിയോ, നമ്മൾ പറഞ്ഞ് എന്താ കുറച്ച് കഴിയുമ്പോൾ തെറ്റുകൾ നമ്മൾക്ക് തന്നെ സെൽഫ് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. പറഞ്ഞു നമുക്ക് തോന്നും ഞാൻ ഈ പറയുന്നതിൽ എന്തോ ഒരു പന്തികേട് ഉണ്ടല്ലോ, അല്ലെങ്കിൽ സംവേർ സംതിങ് ഇസ് റോങ് എന്നുള്ള ഒരു സാധനം നമ്മൾക്ക് തന്നെ തോന്നി തുടങ്ങുന്ന ഒരു പോയിന്റിൽ നമ്മൾ എത്തും. ഓക്കെ, ഞാനും നിങ്ങളെ പോലെ തന്നെ വാസ് എ വെരി ബിഗിനർ. ഓക്കെ, സോ ഒന്നില്ലെങ്കിൽ മറ്റൊരാളുമായി സംസാരിക്കുക, കഴിയുമെങ്കിൽ ആ കൺവെർസേഷൻ നിങ്ങൾ റെക്കോർഡ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് അങ്ങനെ ആരുമില്ല, നിങ്ങൾക്ക് സിബ്ലിങ്സ് അങ്ങനെ സംസാരിക്കാനില്ല, ഫ്രണ്ട്സ് ഇല്ല, വീട്ടിൽ ആരും ഇല്ല, ജോബ് സ്പേസിലും അങ്ങനെ സംസാരിക്കാൻ ആരും ഇല്ലെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ചോളൂ. മിറർ ടോക്ക്, ഒരു റോൾ പ്ലേ പോലെ തന്നെ, മോണോ ആക്ട് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ തന്നെ ചെയ്തോളൂ. ഓക്കെ, ആ സമയത്ത് എന്താണ്, നിങ്ങൾ അതൊന്ന് റെക്കോർഡ് ചെയ്യാൻ ശ്രമിക്കുക. ആൻഡ് റെക്കോർഡ് ചെയ്തൊന്ന് കേൾക്കുക. ലിസൺ ടു വാട്ട് യു ആർ സ്പീക്കിംഗ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും, ഓ ഞാൻ സംസാരിച്ചപ്പോ എന്തോ ഒരു ഇത്, അല്ലെങ്കിൽ എന്റെ പ്രൊനൗൺസിയേഷൻ ഒരു സുഖമില്ലല്ലോ. നമ്മൾ പ്രൊനൗൺസിയേഷനിൽ കോമൺ വരുന്ന എറേഴ്സ് ആണ്, നമ്മൾ മലയാളത്തിൽ നമുക്ക് റാ ഉണ്ട് അല്ലെ, റാംജി റാവ് സ്പീക്കിങ്ങിന്റെ റാ. ആക്ച്വലി ഇംഗ്ലീഷിൽ നമുക്ക് അത്ര സ്ട്രെസ് ചെയ്യേണ്ട ആവശ്യമില്ല. ടുമോറോ എന്ന് പറയേണ്ട ആവശ്യമില്ല, ഇറ്റ്സ് ടുമോറോ. ഓക്കെ, ടുമോറോ. പിന്നെ റാബിറ്റ് അല്ല, ഇറ്റ്സ് റാബിറ്റ്. ഒരു റാവുമല്ല എന്നാ റാ, മഴയുടെ റാവും അല്ല റാവു അല്ല, ഇതിന്റെ രണ്ടിന്റെ നടുക്ക് നിൽക്കുന്ന ഒരു പ്രൊനൗൺസിയേഷൻ ആണ് നമുക്ക് ഇംഗ്ലീഷിൽ വരുന്നത്. ഇറ്റ്സ് ടുമോറോ, ഇറ്റ്സ് എ റാബിറ്റ്. ഓക്കെ, ആൻഡ് അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ടൈഗർ അല്ല, ഇറ്റ്സ് ടൈഗർ. ഓക്കെ, നമുക്ക് ഇംഗ്ലീഷിൽ ടാ സൗണ്ട് ഇല്ല. നമ്മളിപ്പോ പട്ടണം എന്ന് പറയുമ്പോൾ വരുന്ന ടാ ഇല്ലേ, ആ സൗണ്ട് ഇംഗ്ലീഷിലില്ല. നമുക്ക് ഇംഗ്ലീഷിലുള്ളത് ടാ ആണ്. ടാറ്റ, ടാറ്റ എന്ന് പറയുമ്പോൾ വരുന്നതില്ലേ. സോ ഇറ്റ്സ് നോട്ട് ടൈഗർ, ഇറ്റ്സ് ടൈഗർ. ഇറ്റ്സ് നോട്ട് 10, ഇറ്റ്സ് 10. മനസ്സിലായോ വ്യത്യാസം? ഇസ് ഇറ്റ് ക്ലിയർ? പ്രൊനൗൺസിയേഷൻ മനസ്സിലാവുന്നുണ്ടോ? സോ നമ്മൾ മലയാളികൾ കോമൺ ആയിട്ട് ചെയ്യുന്ന മിസ്റ്റേക്സ് ആണത്. കാരണം എന്താണ്, നമ്മളെല്ലാം മലയാളികൾ ആയതുകൊണ്ട് നമ്മുടെ കോമൺ മിസ്റ്റേക്സ് ആണ്. കാരണം നമ്മൾ ആദ്യം പഠിച്ച ലാംഗ്വേജ് മലയാളമാണ്. സോ നമ്മൾ ഇംഗ്ലീഷിനെ ചെറുതായിട്ടൊക്കെ ഒന്ന് മലയാളി വൽക്കരിക്കും. അതിന്റെ പ്രശ്നമാണ്, നോട്ട് എ ബിഗ് തിങ്. സോ ജസ്റ്റ് ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മളുടെ കൺവെർസേഷൻ തന്നെ നമ്മൾ വീണ്ടും കേൾക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സംഗതികൾ നമുക്ക് പോയിന്റ് ഔട്ട് ചെയ്യാനും അതൊന്ന് ഇംപ്രൂവ് ചെയ്യാനും സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് ഇസ് മെയിൻറ്റെയിൻ എ ലിസ്റ്റ് ഓഫ് അൺഫെമിലിയർ വേർഡ്സ് ആൻഡ് ദിയർ മീനിങ്സ്. അതായത് മേക്ക് യുവർ ഓൺ ഡിക്ഷണറി. നിങ്ങൾക്ക് സ്വന്തമായി ഇപ്പോ നമ്മളുടെ വേർഡ് ഓഫ് ദി ഡേ ആൻഡ് ഇഡിയം ഓഫ് ദി ഡേ ഒക്കെ എഴുതാൻ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഡിക്ഷണറി, പലരുടെയും ഡിക്ഷണറി ഉണ്ടാവും. പക്ഷെ ആ ഡിക്ഷണറി ഒന്നും നമ്മളെടുത്ത് നോക്കില്ല, ഇറ്റ്സ് എ ബിഗ് വൺ. ബട്ട് നമുക്ക് സ്വന്തമായിട്ടൊരു ഡിക്ഷണറി ഉണ്ടാവുന്ന സമയത്ത് ഫോണിൽ നോട്ട് ചെയ്യുന്നതിനേക്കാൾ ഐ പ്രിഫർ യൂസിങ് എന്താ പോക്കറ്റ് ബുക്ക് എന്നൊക്കെ പറയുന്നത്. ഇത്രയൊക്കെ സൈസുള്ള ഇത് കുഞ്ഞു ജേർണൽ ഡയറി ആണ്, പക്ഷെ ഇത്രയൊക്കെ ഒരു പോക്കറ്റ് ബുക്ക്, കുഞ്ഞു ബുക്സ് ഉണ്ടാവില്ലേ, അത് കീപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പമാണ്. ഓക്കെ, സോ നമ്മളത് ഡെയിലി ഇങ്ങനെ പേജസ് ഒക്കെ മറിക്കുന്ന സമയത്ത് ഓക്കെ ഇവിടെ ഇങ്ങനെ ഒരു വേർഡ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ എന്താണ് നമുക്ക് ഇങ്ങനെ കൂടുതൽ ഫെമിലിയർ ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, സോ ഈ ഒരു 4 ടിപ്സ്
നിങ്ങളൊന്ന് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഒരുപാട് ടിപ്സ് ഉണ്ട്. കുറേ എണ്ണം പറയുന്നതിനേക്കാൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള 3-4 ഞാനോട് പറഞ്ഞതാണ് കേട്ടോ. ഓക്കെ, AO ട്രൈ എങ്ങനെ അറിയുന്നോ? ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എനിക്ക് ക്ലിയർ ആയില്ല കേട്ടോ, മനസ്സിലായില്ല. മെറ്റ AI നമുക്ക് വാട്സപ്പിൽ ഇപ്പോൾ ഉള്ള ഫീച്ചർ അല്ലേ അത്? AIs ആർ ഗുഡ്, ബട്ട് എന്താ പറയാ, നമ്മൾ കംപ്ലീറ്റ്ലി അതിൽ ഡിപ്പെൻഡന്റ് ആവരുത്. വീണ്ടും നമ്മുടെ സ്കിൽസിനെ അത് ബാധിക്കും. നമ്മളായിട്ടൊന്നും ചെയ്യാതെ ഫുൾ AI ആവും. ഓക്കെ, സോ നിങ്ങൾക്ക് AI മേക്ക് യൂസ് ഓഫ് ഇറ്റ്. ഇന്നിപ്പോ എന്താണ് കംപ്ലീറ്റ് ഒരു റിസർച്ച് വർക്ക് വേണമെങ്കിൽ, ഒരു റിസർച്ച് പേപ്പർ നമ്മൾ കാലങ്ങളും ദിവസങ്ങളും മാസങ്ങളൊക്കെ ഉറക്കൊളച്ചിരുന്ന് ഉണ്ടാക്കുന്ന ഒരു റിസർച്ച് പേപ്പർ വേണമെങ്കിൽ നമ്മൾക്ക് ഒരു മണിക്കൂറുകൾ കൊണ്ട് ഒരു AI ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. ഓക്കെ, AI ഇസ് ഗുഡ്. യൂസ് ചെയ്യേണ്ടടുത്തത് യൂസ് ചെയ്യുക. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് തരുന്ന സമയത്ത് നിങ്ങൾ അത് AI കൊണ്ട് ചെയ്യിപ്പിച്ചാലും എനിക്കത് മേ ബി മനസ്സിലായിക്കൊള്ളണമെന്നൊന്നുമില്ല. പക്ഷെ ദിസ് ഇസ് ഫോർ യു. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടിയാണ് അത് ചെയ്യുന്നത് എന്നുള്ള ഒരു ഇത് ഉണ്ടാവുക. Meta is not compatible as Gemini or ChatGPT. Okay, different opinions ഉണ്ട്. നമുക്ക് ഒരു ദിവസത്തിൽ ഒരു ഡിബേറ്റ് വെക്കാം. AI ഹെൽപ്ഫുൾ ആണോ, നമ്മളുടെ സ്കിൽസിനെ എൻഹാൻസ് ചെയ്യുകയാണോ, അതോ നമ്മുടെ സ്കിൽസിനെ ഡിപ്ലീറ്റ് ചെയ്യുകയാണോ എന്നുള്ളൊരു ഡിബേറ്റ്. നമ്മൾ ഡിബേറ്റിംഗ് സ്കിൽസ് ഒക്കെ പഠിക്കും. ഓക്കെ, എന്നിട്ട് നമുക്ക് അതിലേക്ക് പോവാം. ഓക്കെ, happy to see you people discussing here. Okay, so ഇനി again നിങ്ങൾക്കൊരു ടാസ്ക് ആണ്. ഇവിടെ ഒരു ടെക്സ്റ്റ് തന്നിട്ടുണ്ട്, സമ്മറൈസ് ചെയ്യാനാണുള്ളത്. ഇതൊരു ഇൻഫോർമേറ്റീവ് ടെക്സ്റ്റ് അല്ല, ഒരു ഡെയിലി റൂട്ടീൻ കൈൻഡ് ഓഫ് ഒരു ടെക്സ്റ്റ് ആണ്. ഒരു ചെറിയൊരു പിക്നിക് പോയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ലോക്കൽ ഫാമേഴ്സ് മാർക്കറ്റ് കാണാൻ വേണ്ടിയിട്ട് എമ്മ ആൻഡ് ഹർ ഫ്രണ്ട്സ് പോയിരിക്കുന്ന ഒരു കുഞ്ഞു സ്റ്റോറിയാണ്. അറൌണ്ട് ഒരു 4-5 സെന്റൻസുകളേ ഉള്ളൂ. ഓക്കെ, ഇതിനെ നിങ്ങൾ ഒരു 2 സെന്റൻസിൽ എനിക്ക് സമ്മറൈസ് ചെയ്ത് തരണം. ഓക്കെ, നിങ്ങൾ വായിച്ചോളൂ, സമയം എടുത്തോളൂ. Okay, it is 8:42 now, isn't it? I'll give you time till 8:50. Okay. വായിക്കാം. ഇതിൽ ഏറ്റവും ആവശ്യമല്ല, അത്യാവശ്യമുള്ള പോയിന്റ്സ് മാത്രം വെച്ച് ഒരു സമ്മറി ഫോം ചെയ്ത് തരിക. ഓക്കെ, എനിക്കൊരു 2 സെന്റൻസ് സമ്മറി മതി. യു ക്യാൻ ടേക്ക് ഇറ്റ്. മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക്. ടു സെന്റൻസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു 3 സെന്റൻസ്, ആൻഡ് ഇതിലുള്ള സെന്റൻസുകളെല്ലാം വളരെ വലുതാണ്. നിങ്ങൾ സമ്മറൈസ് ചെയ്യുമ്പോൾ ഷോർട്ട് 3 സെന്റൻസിലേക്ക് ആക്കാം. 2 or 3 സെന്റൻസ്, ഷുഡന്റ് എക്സീഡ് 3 സെന്റൻസ്. സ്ട്രോളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വെറുതെ ആസ്വദിച്ച് നടക്കാൻ, ഇപ്പൊ നമ്മൾ വെറുതെ മോളിലൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാനല്ലാതെ വെറുതെ ഇങ്ങനെ കാണാൻ വേണ്ടി സ്ഥലങ്ങളിൽ പോവില്ലേ? ഐ വെന്റ് ഫോർ എ സ്ട്രോളിംഗ് ത്രൂ ദ മാർക്കറ്റ്, അല്ലെങ്കിൽ ഐ വെന്റ് ഫോർ എ സ്ട്രോളിംഗ് ഇൻ ദ മോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒന്ന് റിലാക്സ് ചെയ്ത് നടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വെറുതെ കണ്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഐ വാസ് സ്ട്രോളിംഗ് ഇൻ ദ സൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ. ആർട്ടിസണൽ ബ്രെഡ് എന്ന് പറഞ്ഞാൽ, ആർട്ടിസൻസ് എന്ന് പറഞ്ഞാൽ ഫാമേഴ്സിന് യൂസ് ചെയ്യുന്ന മറ്റൊരു വേർഡാണ് കേട്ടോ, ആർട്ടിസൻ. ഓക്കെ, സോ ആർട്ടിസണൽ ബ്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പരമ്പരാഗതമായി ഉണ്ടാക്കുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ ഫാർമേഴ്സ് ഉണ്ടാക്കിയ, അതിനെയാണ് ആർട്ടിസണൽ ബ്രെഡ് എന്ന് പറയുന്നത്. സൺഡേ ഔട്ടിംഗ് എക്സ്പീരിയൻസ് എന്നത് ക്യാപ്ഷൻ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാം, പക്ഷെ അതൊരു സമ്മറി ആയില്ല. സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെവിടെയാണ് പോയത്, എന്താണ് ചെയ്തത്, വാട്ട് ഹാപ്പൻഡ് എന്ന് എനിക്കൊരു ഐഡിയ കിട്ടണം. എന്നാൽ ഇത്രയും ലോങ് ആവാനും പാടില്ല. ക്രാഫ്റ്റഡ് പോട്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റേ മൺകലങ്ങൾ ഉണ്ടാവില്ലേ, മൺപാത്രം. യെസ്, പോട്ടറി എന്ന് പറഞ്ഞാൽ നമ്മൾ മൺകലങ്ങളില്ലേ, അതിനെയാണ് കേട്ടോ പോട്ടറി എന്ന് പറയുന്നത്. ഹാൻഡ് ക്രാഫ്റ്റഡ് പോട്ടറി എന്ന് പറഞ്ഞാൽ കൈ വെച്ച് ഉണ്ടാക്കിയ മൺകലങ്ങളെയാണ് ഹാൻഡ് ക്രാഫ്റ്റഡ് പോട്ടറി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ പോട്ടറി മേക്കിംഗ് പോട്ടറി എന്ന് പറഞ്ഞാൽ യെസ്, മെയ്ഡ് ഓഫ് ക്ലേ. എക്സാക്ട്ലി, മൺപാത്രങ്ങൾ അല്ലെങ്കിൽ മെയ്ഡ് ഓഫ് ക്ലേ. യെസ്. So please start giving your summaries. You've got 5 minutes. 8:50 നമ്മൾ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്ത് അടുത്ത സ്ലൈഡിലേക്ക് പോകും. ഇങ്ങനെ ചെറിയ ആക്ടിവിറ്റീസ് ക്ലാസ്സിൽ തരുന്നത് ബിക്കോസ് നമുക്ക് ലേൺ വൈസിലെ സ്റ്റുഡൻസ് ഒരു ബിഗ് നമ്പർ ആണ്, അറൌണ്ട് 1000 ആണ്. സോ ഇത്രയും ആൾക്കാരുടെ ഡെയിലി ടാസ്കുകൾ ഞാനിരുന്ന് അസസ് ചെയ്യാന്നുള്ളത് പോസിബിൾ അല്ല. പക്ഷെ അപ്പൊ നമ്മൾ എന്താ ലൈവ് സെഷൻസിൽ കുറച്ചു പേരാണെങ്കിൽ അത് ഇട്ടിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അത് എല്ലാവർക്കും യൂസ്ഫുൾ ആവും. ഓക്കെ, സോ സമ്മറീസ് തരാത്തവര് അല്ലെങ്കിൽ എഴുതാത്തവര് ഇവിടെ ചാറ്റ് ബോക്സിൽ വന്നതിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യട്ടോ. ഫസ്റ്റ് ഐ എം റീഡിംഗ് അബ്ദുൾ റാസിഖ്.
Emma and friends had a recent visit to farmers market. They explored the market like anything, had some food and came back. They explored the market like anything. ആ ഒരു സെന്റൻസ് എന്താ പറയാ, ഒരു നമുക്ക് ഇൻഫർമേഷൻ ഭയങ്കരമായി കിട്ടണില്ലല്ലോ. നമ്മൾ സമ്മറി എന്ന് പറയുന്നത് ഭയങ്കര ക്രിസ്പ് ആയിരിക്കണം. മാർക്കറ്റ് ലൈക്ക് എനിത്തിങ് എന്നതിന് ഒരു ഓൾട്ടർനേറ്റ് യൂസ് ചെയ്താൽ ഇറ്റ് വിൽ ബി ഗുഡ്. ഓക്കെ, ഹാഡ് സം ഫുഡ് ആൻഡ് കെയിം ബാക്ക്, ദാറ്റ് ഇസ് ഓക്കെ. On a Saturday, Emma and her friends went to explore farmers market. They arrived there and started roaming around. They spent few hours enjoying there. Okay. അതിനേക്കാൾ ജസ്റ്റ് അവര് വാങ്ങിച്ച് അല്ലെങ്കിൽ they did many activities there, അല്ലെങ്കിൽ they were exploring many unique pieces, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു they particularly excited to find a stall selling handcrafted pottery. And so Emma was too much interested in the stall selling handcrafted pottery എന്നുള്ളൊരു പോയിന്റ് കൊടുക്കാം. കാരണം ബാക്കിയൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഈ ഒരു ടെക്സ്റ്റിൽ തന്നെ അത് പെർട്ടിക്കുലർ ആയിട്ട് അവർ എടുത്ത് പറഞ്ഞിട്ടില്ലേ. So that can be included in the summary. Emma and her friends are going to local farmers market. They were enjoying a lot after picking the unique items and they were returned back to home. No. ഇത് നമ്മള് സമ്മറി എഴുതുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഫോമാറ്റ് യൂസ് ചെയ്യണം. ഒന്നില്ലെങ്കിൽ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന സെയിം ഫോമാറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഒരു പാസ്റ്റിൽ യൂസ് ചെയ്യണം. അതായത് Emma and her friends are going എന്നല്ല, പ്രസന്റ് അല്ലല്ലോ, ഇത് കഴിഞ്ഞു പോയ സംഗതിയല്ല നമ്മൾ പറയുന്നത്. So Emma and her friends went to the local farmers market. They were enjoying a lot. They enjoyed a lot. They picked some unique items and returned back to home. Okay, Shahima? Our grammar ആണ് ഒന്ന് ഫുള്ള് കറക്റ്റ് ചെയ്യണം. ഫുൾ ഒന്ന് പാസ്റ്റ് ടെൻസിലാക്കിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. Okay, it's a good one. On a sunny weekend, Emma and her friends gone out അല്ല, went out. And they enjoyed with good tasty food. Enjoyed with അല്ല, നമ്മൾ ആരുടെ കൂടെ, എൻജോയ്ഡ് വിത്ത് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഓക്കെ, ഫ്രണ്ട്സിന്റെ കൂടെ എൻജോയ് ചെയ്തു. എൻജോയ്ഡ് ആൻഡ് ഹാഡ് എന്ന് പറയണം. ഫുഡ് കഴിക്കുകയാണ്, നമ്മൾ ഫുഡിന്റെ കൂടെ അല്ലല്ലോ എൻജോയ് ചെയ്തത്, ഫുഡ് കഴിച്ച് എൻജോയ് ചെയ്തു എന്നല്ലേ. ദേ എൻജോയ്ഡ് ഹാവിംഗ് ഗുഡ് ടേസ്റ്റി ഫുഡ് എന്ന് പറയാം. ഓക്കെ, ദേ എൻജോയ്ഡ് ഹാവിംഗ് ഗുഡ് ടേസ്റ്റി ഫുഡ് എന്ന് പറയാം. സോ ഇവിടെ എന്താണ് വെർബോസിറ്റി? ഗുഡ് ടേസ്റ്റി ഫുഡിന്റെ ആവശ്യമില്ല, ടേസ്റ്റി ഫുഡ് മതി. നമ്മൾ വേർഡ്സിന്റെ എണ്ണം കുറക്കാം. ഹാഡ് നൈസ് ഷോപ്പിംഗ് ആൻഡ് ഹാഡ് ആൻ എൻജോയബിൾ ഷോപ്പിംഗ്. നോ, അഗെയിൻ were the unnecessary words. Had nice shopping and had an enjoyable shopping. Both convey the same meaning, right? Okay. They enjoyed their day. Not to sentence la wind up. Emma and friends explored the local market on Saturday. They enjoyed a lot. Oh, Kala, ഒന്നും കൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാനുണ്ട് ഇതിലിപ്പോ. നമുക്ക് വേണ്ട റെലവെന്റ് ഇൻഫർമേഷൻ കുറെ മിസ് ഔട്ട് ആയിപ്പോയി. Anand Winky, Emma and their friends went to an outing on a local market where they found some handcrafted things and enjoyed their Sunday vibrantly. Wow. With a single sentence, the complex aki, very good. I'm impressed with Anand Winky's sentence. Very good. Everyone can have a look at it. Okay, a single sentence, almost ella on the cover. Very good, Anand. You deserve a clap. Yeah, Emma and her friends. Okay, Anand another character. Emma and their friends, Emma and her friends, yes. Emma and her friends visited a farmer's market on a Saturday morning. They arrived there earlier. എന്ന് പറയില്ല. Earlier എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനേക്കാൾ നേരത്തെ എന്ന് വേണം. They arrived there early മതി, earlier വേണ്ട. And enjoy അല്ല, and enjoyed the samples of fresh fruits and jams. Emma buy അല്ല, Emma bought. വാങ്ങിക്കഴിഞ്ഞു. Buy വാങ്ങുക, bought വാങ്ങിച്ചു. Emma bought some catchy pottery and wind up അല്ല, wind it up. Okay, ഇങ്ങനത്തെ വേർഡ്സ് നിങ്ങൾ പാസ്റ്റിലേക്ക് ആക്കുമ്പോൾ ശ്രദ്ധിക്കണേ. wind up എന്ന് വരരുത്, wind it up. Okay, my phone is switch off എന്ന് പറയില്ല, switched off എന്നാണ് കേട്ടോ പറയാ. Okay, ഒന്ന് ശ്രദ്ധിക്കണേ. Yeah. My friends to the market, they roaming around the stall. They roamed around the stalls. It is Shahila Irshadiniyana ഞാൻ വായിക്കുന്നത്. They roaming around അല്ല, they roamed around the stalls and enjoyed the shopping of unique pieces and enjoyed the food. അപ്പോ രണ്ട് എൻജോയ്ഡിന്റെ ആവശ്യമില്ല, അവിടെ വീണ്ടും നമ്മൾക്ക് എങ്ങനെയത് ചെറുതാക്കാൻ പറ്റുക? And enjoyed the shopping of unique pieces and having tasty food എന്ന് മതി. അപ്പൊ രണ്ട് എൻജോയ് വേണ്ട. Okay. On a sunny Saturday, Emma with her friends explored. Emma with her friends, okay, but better usage is Emma and her friends. Local farmers market. They arrived early.
and started to stroll around the market, enjoying sampling fresh items, particularly enjoying items കഴിഞ്ഞിട്ട് ഒരു കോമ കൊടുക്കുക, in particular enjoying handcrafted pottery. Okay, അവിടെ ഒരു fresh items കഴിഞ്ഞിട്ട് കോമ കൊടുക്കുക, then in particular enjoying handcrafted pottery. Okay, Abhinav, ഒന്ന് correct ചെയ്യണേ. After that, they enjoyed coffee and spent some time enjoying the vibrant atmosphere. Just a minute. നമ്മൾ spend, SPEND എന്ന വേർഡിന്റെ പാസ്റ്റ് ടെൻസ് spent ആണ്, അതായത് ഡി മാറി ടി ആവണം. ഓക്കെ, അതിന് spend some time എന്നതിന്റെ ആ SPEND എന്ന വേർഡിന്റെ പാസ്റ്റ് ടെൻസ് spent ആണ്. ഇത് spend. ഇനി അടുത്തത് ഇതിന്റെ പാസ്റ്റ് ടെൻസ് spent. ആ ഡി മാറ്റി ഒന്ന് ടി ആക്കിയാൽ മതി കേട്ടോ. ഓക്കെ, we've got similar kind of mini summaries. എല്ലാവരുടെയും വായിക്കൽ നല്ല ടൈം കൺസ്യൂമിംഗ് ആണ്. നമ്മൾ ടൈം ലിമിറ്റ് ക്രോസ് ചെയ്തു പോകും. നമ്മുടെ ലാസ്റ്റ് 2 ക്ലാസ്സസും നിയർലി 1.5 hour എടുത്തു. സോ ഐ ഹോപ്പ് ടു കംപ്ലീറ്റ് ടുഡേസ് ക്ലാസ് ഇൻ ഗിവൻ ടൈം. ഇമ്പോർട്ടന്റ് അല്ലേ? നമ്മൾ ടൈം മാനേജ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ? ഇന്ന് മിക്കവാറും ടൈം ക്രോസ് ചെയ്യും. വി ഹാവ് 7 minutes left for 9 o'clock. സോ ഐ തിങ്ക് എല്ലാവർക്കും ഏകദേശം ഒരു ഐഡിയ കിട്ടി. എല്ലാവരുടെയും സിമിലർ ആണ്. ഓക്കെ, ബട്ട് ആനന്ദ് വെങ്കിടിന് ഒരു സ്പെഷ്യൽ അപ്രിസിയേഷൻ ഉണ്ട്. കാരണം ഒരു സിംഗിൾ സെന്റൻസിൽ ഓൾമോസ്റ്റ് ഈ ഒരു ടെക്സ്റ്റ് കംപ്ലീറ്റ് അടിപൊളിയായിട്ട് സമ്മറൈസ് ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. ഹാപ്പി ഫോർ ഓൾ റിപ്ലൈസ്. ഓക്കെ, താങ്ക് യു. ഇനി ബാക്കി ഡിസ്കസ് ചെയ്യാത്ത ആദ്യത്തെ ഒരു നമ്മൾ 10-15 എണ്ണം ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ ബാക്കിയുള്ള എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി ഈ വീക്കിന്റെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു കെൻ ആസ്ക് ഇറ്റ് ഹിയർ. പിന്നെ നിങ്ങളുടെ ഡൗട്ട് ക്ലിയറിംഗ് സെഷനിൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓരോ വീക്കിന്റെ ഡൗട്ട്സ് ആ വീക്കിന്റെ ലൈവ് സെഷനിൽ തന്നെ ചോദിക്കുക. ഓക്കെ, അത് ക്യാരി ഓൺ ചെയ്യുന്നതിൽ നിങ്ങളിപ്പോ ലാസ്റ്റ് വീക്കിന്റെ ഒരു ഡൗട്ട് എന്നോട് ചോദിച്ചാലും ഐ വിൽ ക്ലിയർ ഇറ്റ് ഫോർ യു, നോ വറീസ്. പക്ഷെ നമ്മളുടെ ഒരു ക്ലാസിന്റെ ഫ്ലോ കീപ്പ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീക്ക് ഡൗട്ട്സ് അന്ന് തന്നെ ക്ലിയർ ചെയ്ത് പോയാൽ നമ്മളത് ക്യാരി ഓവർ ചെയ്ത് കൊണ്ടുപോകും. ഓക്കെ, വേണ്ടതില്ല. നമുക്ക് കമ്മിങ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഇതുവരെ കഴിഞ്ഞ കാര്യങ്ങളിൽ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു കെൻ ആസ്ക്. മോഡൽ വേർബ്സ്, പക്ഷെ മോഡൽ വേർബ്സ് എന്നുള്ള ലെസൺ നമ്മൾ എടുത്തിട്ടില്ലല്ലോ. മോഡൽ വേർബ്സ് എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ്? നമ്മൾ ഷുഡ്, ഷാൽ, മസ്റ്റ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ് എന്നിങ്ങനെയുള്ള വേർഡ്സിനെയാണ് നമ്മൾ മോഡൽ വേർബ്സ് എന്ന് പറയുന്നത്. സോ മോഡൽ വേർബ്സിന്റെ ലെസൺ വരും കേട്ടോ, ഡോണ്ട് വെറി. ഓക്കെ, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അത് പറയാം, നോ വറീസ്. ഓക്കെ, പ്രോംപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോണ്ടെക്സ്ച്വലി ഡിഫറെന്റ് മീനിങ് വരും. പ്രോംപ്റ്റ് എവിടെയായിരുന്നു കണ്ടത്? എന്നെ പ്രോംപ്റ്റ് ചെയ്യിക്കല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയാ, കറക്റ്റ് ഇപ്പൊ മലയാളത്തിൽ തന്നെ മീനിങ് പറയണെങ്കിൽ എന്നെ പ്രേരിപ്പിക്കല്ലേ, അല്ലെങ്കിൽ എന്നെ പ്രകോപിപ്പിക്കല്ലേ, എന്നെ വെറുതെ ഡോണ്ട് പ്രോംപ്റ്റ് മീ ടു ഡു ഇറ്റ്, അതായത് എന്നെ കൊണ്ട് നീ അത് ചെയ്യിപ്പിക്കരുത് എന്ന് പറയും. പിന്നെ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ ചില കുട്ടികൾ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളപ്പോൾ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യില്ലേ? ഇപ്പൊ നമ്മൾ കുട്ടികൾക്ക് ഫസ്റ്റ് ഒരു വേർഡ് അവർ പറയാൻ ട്രൈ ചെയ്യുന്നതിന്റെ ഫസ്റ്റ് ലെറ്റർ ഒക്കെ പറഞ്ഞ് സഹായിച്ചു കൊടുക്കില്ലേ? അവരെ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കില്ല. നമ്മൾ സൈഡിൽ നിന്ന് ഇപ്പോ അവർക്ക് എന്താണ് ചോക്ലേറ്റ് എന്നാണ് പറയേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കില്ല. അതും ഒരു പ്രോംപ്റ്റിംഗ് ആണ്. ഓക്കെ, ടെംപ്റ്റേഷൻ ഇസ് ഡിഫറെന്റ്. അതായത് നമ്മൾക്കൊരു ക്രേവിംഗ് വരുന്നതാണ് ടെംപ്റ്റേഷൻ. ഐ എം ടെംപ്റ്റഡ് ടു ഡു ഇറ്റ്, എനിക്കത് ചെയ്യാൻ തോന്നുന്നു. പ്രോംപ്റ്റിംഗ് മറ്റൊരാൾ ചെയ്തു കൊടുക്കുന്നതാണ്. ടെംപ്റ്റേഷൻ നമുക്ക് വരുന്നതാണ്. I am tempted to do it. Temptations. Okay. So ഇവിടെ ആരായിരുന്നു പ്രോംപ്റ്റ് ചോദിച്ചത്? പ്രോംപ്റ്റ് ചോദിച്ച ആള് ലിയ ആൻഡ് ജോയ്. അത് എവിടെ കണ്ടിട്ടാണ് പ്രോംപ്റ്റ് ചോദിച്ചത്? കഴിഞ്ഞ വീക്കും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്ത് മോഡൽ വേർബ്സ് ആണോ ഷെയ്മ? ഓക്കെ, ദാറ്റ് വിൽ ബി ഇൻക്ലൂഡഡ് ഇൻ ദ ലെസൺസ്. ഓക്കെ, ഡോണ്ട് വെറി. ഡ്രാമയിൽ പ്രോംപ്റ്റിംഗ് ഉണ്ടല്ലോ, ഡ്രാമ പ്രോംപ്റ്റിംഗ്, ഐ എം നോട്ട് അവെയർ ഓഫ് ഇറ്റ്. ഓക്കെ, ഡ്രാമയിൽ ഡിഫറെന്റ് ടെക്നിക്സും കാര്യങ്ങളുണ്ട്. ഐ എം നോട്ട് അവെയർ ഓഫ് ഇറ്റ്. സാധാ നമ്മൾ വെറുതെ പ്രോംപ്റ്റ് ചെയ്യിപ്പിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പ്രകോപിപ്പിക്കല്ലേ, ആവശ്യമില്ലാണ്ട് പ്രോത്സാഹിപ്പിക്കല്ലേ എന്നൊക്കെ ഉള്ളതാണ്. ഓക്കെ, പിന്നെ കുട്ടികൾക്ക് നമ്മൾ പ്രോംപ്റ്റ് ചെയ്ത് കൊടുക്കും സ്പീക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ഓക്കെ, ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിമിലർ മീനിങ് ആണ്. പക്ഷെ പ്രലോഭനം, എന്നെ ടെംപ്റ്റ് ചെയ്യിപ്പിക്കരുത്. പക്ഷെ ദിസ് ഹാസ് എ നെഗറ്റീവ് മീനിങ്. ഓക്കെ, ടെംപ്റ്റേഷൻ പലപ്പോഴും ഒരു നെഗറ്റീവ് മീനിങ് ആണ്. എന്നെ ആവശ്യമില്ലാണ്ട് പ്രലോഭിപ്പിക്കരുത്. അതായത് നമ്മളൊരു ഒരു എന്താണ്, ഡോണ്ട് ടെംപ്റ്റ് മീ ടു ഹാവ് ആൽക്കഹോൾ, അതായത് എന്നെ ആൽക്കഹോൾ കുടിക്കാൻ വേണ്ടി എന്നെ വെറുതെ ടെംപ്റ്റ് ചെയ്യിപ്പിക്കരുത്. ഒരു നെഗറ്റീവ് മീനിങ്ങിൽ യൂസ് ചെയ്യുന്ന വേർഡാണ് ടെംപ്റ്റേഷൻ. ഓക്കെ,
എനിക്കൊരു വോമിറ്റിംഗ് ടെംപ്റ്റേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ല. എനിക്കൊരു വോമിറ്റ് ചെയ്യാനുള്ള ഒരു ഫീൽ ഉണ്ട്, ഒരു നെഗറ്റീവ് ഇതിൽ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ മാം, ആപ്പിൾ EEP എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ആപ്പിള് എന്താണ് ഡേ വൈസ് തന്നെ കറക്റ്റ് കിട്ടില്ലേ നിങ്ങളുടെ EEP ഫോൾഡറിൽ? യാ, റാണി ഈസ് ഓൾവേസ് പ്രോംപ്റ്റ് എന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ മീനിങ് എന്താണ്? റാണി ഈസ് ഓൾവേസ് ഓൺ ടൈം, പങ്ക്ച്വൽ ആണ്, വളരെ കണിശമായി ചെയ്യുന്നത് എന്നൊക്കെ. റാണി ഈസ് ഓൾവേസ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കണിശമായി, നിങ്ങൾ വളരെ കൃത്യമായി എന്നൊക്കെയുള്ള മീനിങ്ങിൽ നമ്മൾ പ്രോംപ്റ്റ് യൂസ് ചെയ്യും. വെരി പ്രോംപ്റ്റ്, ദാറ്റ് പേഴ്സൺ ഇസ് വെരി പ്രോംപ്റ്റ് ഇൻ വാട്ട് എവർ ദാറ്റ് പേഴ്സൺ ഡു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൃത്യമായി കണിശമായി എന്നുള്ള ഇതിലും പ്രോംപ്റ്റ് യൂസ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ചോദിച്ചത് ഏത് ആസ്പെക്റ്റിലാണ് നിങ്ങൾ പ്രോംപ്റ്റ് ചോദിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, സുമിത്ര പറഞ്ഞിരിക്കുന്ന സെന്റൻസിന്റെ മീനിങ് അതാണ്. ഓക്കെ ഹുസ്ന, നിങ്ങളുടെ ആപ്പിൽ EEP എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട് കേട്ടോ. അതിൽ ഡെയിലി ടാസ്കുകളും ഇപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് 21 ഡേയ്സിന്റെ ടാസ്കുകൾ കഴിഞ്ഞു. 21 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ലൈവ് സെഷൻ ആണിത്. നമുക്ക് യൂഷ്വലി എല്ലാ തേഴ്സ്ഡേയും ആണ് ലൈവ് സെഷൻസ് വരാം. ഇതിപ്പോ ഫ്രൈഡേ ആയി പോയത്, ഇന്നലെ നമുക്ക് ടീച്ചേഴ്സ് ഡേ സെലിബ്രേഷൻ ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇത് ഫ്രൈഡേ ആയി പോയത്. ഓക്കെ, എല്ലാ തേഴ്സ്ഡേയും നമുക്ക് ആ ഒരു വീക്കിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ ഇതുപോലെ ലൈവ് സെഷൻ ഉണ്ടായിരിക്കും. ഓക്കെ ഓക്കെ യാ, ക്ലൂ തരാൻ വേണ്ടിയിട്ട് നമുക്ക് ചോദിക്കാം, എന്തെങ്കിലും ഒരു പ്രോംപ്റ്റ് തരുമോ? ഹിന്റ്. യാ, പ്രോംപ്റ്റ് ഹിന്റ് എന്നുള്ള ഒരു മീനിങ്ങിലും യൂസ് ചെയ്യാം. ഇപ്പൊ ദംഷറാറ്റ്സ് ഒക്കെ കളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഗെയിം അല്ലെങ്കിൽ ക്വിസ് ഒക്കെ കളിക്കുന്ന സമയത്ത് നമ്മൾക്ക് ആൻസറിലേക്ക് എത്താൻ എന്തെങ്കിലും ഒരു പ്രോംപ്റ്റ് തരുമോ എന്ന് ചോദിക്കാം. ഓക്കെ, can you give me some prompt, some hint, എന്തെങ്കിലും ഒരു സഹായം? ഓക്കെ, ഇപ്പൊ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ പറഞ്ഞു തരിക, അതൊക്കെ ഒരു പ്രോംപ്റ്റ് ആണ്. ഓക്കെ ഓക്കെ, ജസ്റ്റ് വെരി സിമ്പിൾ ക്വിസ്. ഓൾറെഡി നമ്മൾ വായിച്ചാണ്, വെറുതെ ഒന്ന് റിവൈസിംഗ് ആണ്. ചൂസ് ദ സിനോണിം ഓഫ് ബ്രൈറ്റ്. സജഷൻ ഓർ ഐഡിയ തന്നിട്ട് ഒരു പാരഗ്രാഫ് എഴുതാൻ ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. എക്സാമ്പിൾ, യു മിസ് ദ ബസ് സ്കൂൾ, വാട്ട് ഡു യു ഡു നെക്സ്റ്റ്? ഐ തിങ്ക് യു മിസ്ഡ് യുവർ, അല്ല, ഒരു വാലറ്റ് കാണാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചെയ്യാന്നുള്ളതായിരുന്നില്ലേ? ആ ഒരു പ്രോംപ്റ്റ് തന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള ഒരു സിറ്റുവേഷൻ പ്രോംപ്റ്റ് ചെയ്ത് തന്നിട്ട്, അതാണോ അമീനയോട് ഉദ്ദേശിച്ചത്? ഇസ് ഇറ്റ് അമീന? യെസ് യെസ് യെസ്, അതല്ലേ ഉദ്ദേശിച്ചത്? ജസ്റ്റ് അതൊരു ഓക്കെ, ഒരു പ്രോംപ്റ്റ്, ഒരു ഹിന്റ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് തന്നു എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ പ്രോംപ്റ്റ് കണ്ടോ, കോണ്ടെക്സ്റ്റ് ടു കോണ്ടെക്സ്റ്റ് ഒരുപാട് ഡിഫറൻസ് വന്നത് കണ്ടോ? ഓക്കെ, so almost everyone has given me the right answer. Bright is the synonym of luminous. Okay, ഒരു പവർഫുള്ളിന്റെ ഒരു synonym പറഞ്ഞു തരാൻ പറ്റുമോ? Can anyone give me a synonym of powerful? Powerful in strong. Very good, very good. Great, എപ്പോഴും powerful, yeah, almost. Okay, but strong is the right synonym. Okay, and what about joyful? Give me synonym of joyful. Okay, okay, thank you. Let's go to, yeah, luminous is the right one. Okay, choose the antonym of strong. Choose the antonym of strong. Very good, very good. The right answer is weak. Can you give me the antonym of slow? Please give me the antonym of slow. Fast, very good. What is the antonym of dim? What is the antonym of dim? Bright. Okay, very good. Thank you. Thank you so much. Okay, so next week we'll be looking into more grammatical concepts. അതുപോലെ ഈ കോംപ്രിഹെൻസീവ് ലാംഗ്വേജിൽ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. ഈ വീക്ക് നമ്മൾ കുറച്ച് സിമ്പിൾ ടോപ്പിക്സ് ആണ് നോക്കിയത് എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്ക് വിൽ ബി going more into complex reading and listening exercises. Okay, and also detailed review of grammar and vocabulary. Grammar, vocabulary, reading, listening skills. ഇത് നാലും അടിപൊളിയായാൽ നമ്മുടെ സ്പീക്കിംഗ് സ്കിൽസ് അടിപൊളിയാവും. ഓക്കെ, എന്തൊക്കെയാണ്? ഗ്രാമർ, vocabulary, good reading and listening skills. ഈ നാല് സംഗതികൾ ഉണ്ടെങ്കിൽ we'll automatically have good speaking skills. Okay, അത് ഓർമ്മയിൽ ഉണ്ടാവുക. ആൻഡ് നിങ്ങൾ ഈ EEP-ൽ തരുന്ന ടാസ്കുകൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഇംഗ്ലീഷിൽ എന്താണ്, നിങ്ങൾ വെറുതെ ഗൂഗിളിൽ ഇംഗ്ലീഷ് ക്വിസ് ഫോർ ബിഗിനേഴ്സ്, ഇംഗ്ലീഷ് ക്വിസ് ഫോർ ഇന്റർമീഡിയറ്റ് എന്നൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വെറുതെ നിങ്ങൾക്ക് ലൈക്ക് ജസ്റ്റ് ഈ MCQ ക്വസ്റ്റ്യൻസ് പോലത്തെ കിട്ടും. സോ ഫ്രീ ടൈം കിട്ടുന്നവര് അങ്ങനെയൊക്കെ വെറുതെ ചെയ്ത് കളിച്ചോളൂ. ഓക്കെ, yeah. So again, I'm repeating like last week, practice daily because practice makes a man perfect. നിങ്ങളുടെ vocabulary and idiom of the day അത് ഡെയിലി ബേസിസിൽ നമ്മൾ ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. Duolingo ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടില്ല, ബട്ട് I've heard good reviews. You can try using it. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. I think it's a free app അല്ലേ? സോ വെറുതെ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. സമയമുള്ളവർ ട്രൈ ചെയ്ത് നോക്കിക്കോളൂ.
മറ്റേതെങ്കിലും ആപ്പുകൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ you can also suggest it here so that others can also use. Okay, yeah. And a gentle reminder, please complete all assigned tasks and also prepare for next week's challenges and daily doubts daily തന്നെ note down ചെയ്തെടുക്കുക കേട്ടോ. Okay, daily നിങ്ങൾക്ക് ടാസ്കുകൾ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ ലെസൺ വായിക്കുന്ന സമയത്തൊക്കെ ഉള്ള ഡൗട്ട്സ് അപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെക്കുക ആൻഡ് ആസ്ക് ഇറ്റ് ഇൻ ദ ലൈവ് സെഷൻ. ഓക്കെ, സോ ഐ ഹോപ്പ് എവറിത്തിങ് ഇസ് ഡൺ. ഓക്കെ, ഇവിടെ ഫഹ്മിദ് സജസ്റ്റ് ചെയ്തിട്ടുണ്ട് എൽസ സ്പീക്ക് എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്ന്. ഓക്കെ, എൽസ സ്പീക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ നല്ലതാണ്. സമയമുള്ളവര് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ നമ്മൾ ലേൺ വൈസ് ആയിട്ട് അല്ലെങ്കിൽ ഞാനായിട്ട് ഒരു ആപ്പിനെയും ഇവിടെ പ്രൊമോട്ട് ചെയ്യുകയോ എൻകറേജ് ചെയ്യുന്നോ ഇല്ല. ഇതൊക്കെ കോമൺ ഫ്രീ ആയിട്ട് ഉള്ളതുകൊണ്ട് പലരും യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സോ ഐ താങ്ക് എവ്രി വൺ ഫോർ ഗിവിംഗ് മീ യുവർ ടൈം and for your questions and your active participation. And I expect the same from you in coming all weeks. Okay, good night. Thank you. Have a great day.